അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അരോമ ടിവിയുടെ ചാനലിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് വളരെ സന്തോഷമുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സന്തോഷ് നാരായണൻ അവറുകളാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല, സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സന്തോഷ് നാരായണൻ അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരുമായി എൻ്റെ ജീവിതാനുഭവങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിലുണ്ടായ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ എന്നിവയെ സംബന്ധിച്ച് പങ്കുവയ്ക്കാൻ ലഭിച്ച ഈ വിലയേറിയ അവസരങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് സന്തോഷ് നാരായണൻ. ഞാനിപ്പോൾ NIT മുക്കം, കാലിക്കറ്റ്, കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിന് സമീപത്തുള്ളൊരു സ്ഥലത്തു നിന്നാണ് നിങ്ങളെ അഭിസംബോധന ചെയ്ത് എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ താമസിച്ച് ക്രിസ്തീയ ശുശ്രൂഷയിലായിരിക്കുന്നു. ഭാര്യയും 3 കുഞ്ഞുങ്ങളും ഞങ്ങൾക്കുണ്ട്. ഭാര്യയുടെ പേര് സിന്ധു, കുഞ്ഞുങ്ങൾ ഡിവൈന, ഡിയോണ ആൻഡ് ഡോണ. 3 പേരും പെൺകുട്ടികളാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ, ഏകദേശം 17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ ക്രിസ്തുവിനെ പരിചയപ്പെടുവാൻ മുഖാന്തരമായി തീരുന്നത്. അതിനു മുൻപുള്ള എൻ്റെ ജീവിതകാലം വളരെ ദുഃഖകരവും ഒരുപാട് മുറിവുകൾ നിറഞ്ഞതുമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുൻപുള്ള കാലം ഹൈന്ദവ പശ്ചാത്തലത്തിൽ ആയിരുന്നു ഞാൻ ജനിക്കുകയും എൻ്റെ ചെറിയ പ്രായം ചിലവഴിക്കുകയും ചെയ്തിരുന്നത്. പിതാവിൻ്റെ പേര് നാരായണൻ എന്നാണ്, അമ്മയുടെ പേര് തങ്കമണി എന്നാണ്. എനിക്ക് ഒരു ജ്യേഷ്ഠനും ഒരു അനിയത്തിയുമുണ്ട്. ജ്യേഷ്ഠൻ ഇപ്പോൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ തിരുവനന്തപുരത്ത് താമസിച്ച് ശുശ്രൂഷിച്ചു വരുന്നു. എൻ്റെ സഹോദരി കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ ഇരിഞ്ഞാലക്കുടയിലായിരിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളും കോഴിക്കോട് ജില്ലയിൽ മുക്കത്തിന് സമീപം NITയുടെ ക്യാമ്പസ് പരിസരത്ത് ഞങ്ങളായിരിക്കുന്നു. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. എൻ്റെ 17 വയസ്സ് വരെയുള്ള കാലം തികച്ചും വേദനകൾ മാത്രം, മുറിവുകൾ മാത്രം നിറഞ്ഞ ഒരു കാലമാണ്. ദൈവവിശ്വാസം അല്പം പോലും സ്പർശിച്ചിട്ടില്ലാത്ത ഒരു ജീവിത പശ്ചാത്തലമാണ് എൻ്റെ ചെറിയ പ്രായം. പട്ടിണിയും അതുപോലെയുള്ള പരിതാപകരമായ അവസ്ഥാവിശേഷവും ജീവിതത്തെ ഒരുപാട് കാര്യമായി ബാധിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് വലിയ ഒരു സുഹൃത്ത് ബന്ധം, സാമൂഹിക ബന്ധം ഒട്ടും തന്നെ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ജീവിതത്തിന്റെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ കാരണമായ ഒരവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ പിതാവിനെ ബാധിച്ചിരിക്കുന്ന മാനസിക അസ്വസ്ഥതകൾ നിറഞ്ഞ രോഗ അവസ്ഥകളായിരുന്നു. നീണ്ട 15 വർഷങ്ങൾ അദ്ദേഹം ആ രോഗത്തിന് മരുന്ന് കഴിക്കുകയും ചികിത്സ തേടുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. പല സന്ദർഭങ്ങളിലും എൻ്റെ പിതാവിനോടൊപ്പം മാനസിക ആശുപത്രികളിൽ താമസിച്ചത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് എൻ്റെ പിതാവ് പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ ഇറങ്ങിപ്പോന്ന് സ്കൂൾ പരിസരങ്ങളിലും മറ്റും നടക്കുന്നത് കാണുകയും എൻ്റെ സഹപാഠികളും അധ്യാപകരും ഒക്കെ എന്നെ സഹായിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രീതി പതിവായിരുന്നു. അത്തരമുള്ള സാഹചര്യങ്ങളിലൊക്കെയും എപ്പോഴും ജീവിതത്തിൽ തകർച്ചകളും ആ തകർച്ച അനന്തരമായിട്ടുള്ള ഒരു ദുരന്തവും അതുപോലെയുള്ള അവസാനവും മാത്രമാണ് എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത്. പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എത്രയും പെട്ടെന്ന് ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, ഒരുപക്ഷെ അതൊരു ആക്സിഡന്റിലായിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നു. കാരണം എൻ്റെ മാതാവിനും സഹോദരങ്ങൾക്കും ഒരുപക്ഷെ ഞാൻ അപകടത്തിലൂടെ മരണപ്പെടുന്നത് മൂലമുണ്ടാകുന്ന ഒരു നഷ്ടപരിഹാരമോ ഒരു കോമ്പൻസേഷനോ ലഭിച്ചാൽ അവർക്കത് ഉപകാരപ്പെടും എന്ന് ചിന്തിച്ചൊരു സമയം എൻ്റെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു. അധികം കൂട്ടുകാരില്ലാത്ത, അധികം സൗഹൃദങ്ങളില്ലാത്ത, ആഘോഷങ്ങളില്ലാത്ത, ഉല്ലാസങ്ങളോ അതുപോലെയുള്ള യാത്രകളോ ഒന്നുമില്ലാത്ത ഒരു ഇരുളടഞ്ഞ ചെറിയ പ്രായമായിരുന്നു എൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത്. പക്ഷെ 1998 എന്ന് പറയുന്ന ഒരു വർഷം എൻ്റെ ജീവിതത്തിന്റെ നിർണായകമായ ഒരു സമയമായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ ഒരു ഇടപെടലിന്റെ സമയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സന്ദർഭമായിരുന്നു എന്നെ തേടി വന്നത്. ഒരുപക്ഷെ എന്നെ തേടി വന്നു എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ സഹോദരനെ തേടി വന്നു എന്നാണ് എനിക്ക് ആദ്യം പറയേണ്ടതായിട്ടുള്ളത്. പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന എൻ്റെ സഹോദരനെ തേടി സുവിശേഷത്തിന്റെ ശബ്ദം തോമസ് എന്ന പേരിലുള്ള ഒരു ദൈവദാസന്റെ രൂപത്തിൽ കടന്നു വന്നു. തോമസ് എന്ന ദൈവദാസൻ ഒരു സുവിശേഷകനും അധ്യാപന ജോലിയിൽ സമയം ചിലവഴിക്കുമ്പോൾ തന്നെ കർത്തൃവേലയിൽ വ്യാപൃതനുമായിരുന്നു. സമയം ലഭിക്കുമ്പോഴെല്ലാം അദ്ദേഹം തൻ്റെ കൈവശമുള്ള സുവിശേഷ ലഘുലേഖകൾ അദ്ദേഹത്തിന് കടന്നു ചെല്ലാൻ കഴിയുന്ന എല്ലായിടത്തും കൊണ്ടുപോയി വിതരണം ചെയ്യുന്നത് പതിവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൽ കർത്താവിന്റെ വേലയിൽ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് ദൈവത്താൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജ്യേഷ്ഠന്റെ പേര് ഉല്ലാസ് എന്നാണ്. അദ്ദേഹത്തിന്റെ ആശുപത്രി വാസത്തിനിടയിൽ തോമസ് എന്ന ഈ ദൈവദാസൻ കടന്നു വന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. വേണ്ടതുപോലെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. പകരം ആ ദൈവദാസൻ എൻ്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ ഒരു ലഘുലേഖ കൊടുത്തിട്ട് കടന്നുപോയി. ലഘുലേഖയുമായി ഡിസ്ചാർജ് ചെയ്ത ശേഷം എൻ്റെ ജ്യേഷ്ഠൻ ഭവനത്തിലേക്ക് കടന്നു വന്നു. ആ ലഘുലേഖയിലുള്ളതൊന്നും കാര്യമായി മനസ്സിലായില്ല. അപ്പോൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം എന്ന സുവിശേഷത്തിന്റെ ഒരു ഭാഗവും എൻ്റെ ജ്യേഷ്ഠന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഭവനത്തിൽ സൂക്ഷിച്ചു വെച്ചു. രോഗം മാറി പിന്നെയും പഴയ അവസ്ഥയിലേക്ക് എൻ്റെ ജ്യേഷ്ഠൻ കടന്നുപോയി. ഞങ്ങളെല്ലാവരും ജീവിതത്തിന്റെ പരിതാപകരമായ ചുറ്റുപാടുകളിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. എവിടെയും അസമാധാനമാണ്. സന്തോഷിക്കാൻ യാതൊരു നിർവാഹവുമില്ല. മാതാവ് അവിടെ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരുന്നു. വേണ്ടത്ര സാമ്പത്തിക വരുമാനമോ അതുപോലെയുള്ള സാഹചര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് മികച്ച ഒരു വിദ്യാഭ്യാസത്തിനുള്ള യാതൊരു സാധ്യതയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഞാൻ ഏകദേശം 10ാം ക്ലാസ് പഠനത്തോടുകൂടെ എൻ്റെ താൽക്കാലിക വിദ്യാഭ്യാസം
അവിടെ പൂർത്തീകരിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് ചില നാളുകൾ കഴിഞ്ഞാണ് എനിക്ക് തുടർന്നുള്ള വിദ്യാഭ്യാസത്തിലൂടെ +2 പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഈ വിദ്യാഭ്യാസ കാലയളവിനുള്ളിൽ തന്നെ ഒരുപാട് ഭവനങ്ങൾ മാറി താമസിക്കേണ്ടതായിട്ട് വന്നു. ഞങ്ങളുടെ ഭവനം, സ്വന്തമായുള്ള ഭവനം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് ഇതിനെല്ലാം കാരണമായി തീർന്നത്. പിതാവിന്റെ രോഗവും ജീവിതത്തിലുണ്ടായ നിരന്തരമായ തകർച്ചകളും കാരണം ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നതിനാൽ ഏകദേശം 15 വർഷത്തെ കാലയളവിനുള്ളിൽ 22ഓളം വീടുകളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നു. ഒരുപക്ഷെ കൃത്യമായ വാടക കൊടുക്കാൻ കഴിയാത്തതും വരുമാനമില്ലാത്തതും ജീവിതത്തിന്റെ ഈ ഞെരുങ്ങിയ അവസ്ഥകളൊക്കെ ഇത്തരത്തിലുള്ള വാടക വീടിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ കാരണങ്ങളായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എന്റെ ജ്യേഷ്ഠൻ ഈ സുവിശേഷത്തിന്റെ പ്രതിയുമായി ഭവനത്തിൽ വന്നെങ്കിലും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയാനോ ചിന്തിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. പഴയതുപോലെ ഒരു ജീവിതത്തിലേക്ക് കടന്നുപോയി. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമായിരുന്നു. അന്ന് വൈകിട്ട് ഒരു ദിവസം ഈ തോമസ് എന്ന് പറയുന്ന ദേവദാസൻ വീണ്ടും ഞങ്ങളുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാനിടയായി. അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് ഞങ്ങൾ ശരിയായ രീതിയിലുള്ള ഒരു മാന്യമായ പ്രതികരണം നൽകിയില്ല. പകരം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്ന അർത്ഥത്തോടുകൂടെ അങ്ങനെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. വളരെ വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അദ്ദേഹം പോയതിനു ശേഷമാണ് ഞങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു വേദന ഉണ്ടാകുന്നത് പോലെ തോന്നിയത്. പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം പോയ ശേഷം ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ മാതാവും എവിടെയാണ് താങ്കളെ കാണുവാനായിട്ട് ഇനി വരേണ്ടത്, എങ്ങനെയാണ് താങ്കളെ ഇനി സമീപിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംസാരിക്കുവാനിടയായി. അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്തുള്ള ഒരു സ്ഥലത്താണ് ആ പ്രാർത്ഥനാ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിരതാമസമായിട്ട് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അവിടുന്നാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ സ്ഥലത്തേക്ക് സുവിശേഷ പ്രവർത്തനത്തോടൊപ്പം ഞാൻ സ്ഥലം മാറിയത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലുള്ളവരാണ്. അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 800 മീറ്റർ മാത്രം ദൂരപരിധിയിലുള്ള ഒരു സ്ഥലത്ത് ഏകദേശം ഒരു 30-40 പേരിൽ ഉൾക്കൊള്ളാവുന്ന ജനങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് തോമസ് എന്ന ദൈവദാസൻ എൻ്റെ മാതാവിനെയും സഹോദരനെയും കൂട്ടിക്കൊണ്ടുപോയി. അവരെവിടേക്കാണ് പോയതെന്നും എന്താണ്, ഏത് രീതിയിലുള്ള പ്രാർത്ഥനയാണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മാതാവും ജ്യേഷ്ഠനും പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വളരെ പ്രസന്നമായ മുഖത്തോടുകൂടെ തിരികെ വരുന്നത് കാണാനായിട്ട് ഇടയെത്തുന്നു. എങ്കിലും അവരൊരു ക്രിസ്തീയമായ ഒരു മാറ്റത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ഞാൻ അവരോട് വളരെ മോശമായി പെരുമാറുകയും കയർക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തു. യാതൊരു കാരണവും ഇല്ലാതെ തന്നെ ഞാൻ അവരോട് സംസാരിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്തു. പിറ്റേ ദിവസവും ഇതൊന്നും വകവെക്കാതെ എൻ്റെ മാതാവും എൻ്റെ ജ്യേഷ്ഠനും പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി. ഇങ്ങനെ ആഴ്ചയിൽ 4-5 ദിവസങ്ങൾ കടന്നുപോയി. കാര്യമായ ജോലിയില്ല, മറ്റ് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പ്രാർത്ഥനയുടെ ഒരു ആസ്വാദനം, അതിനകത്തുള്ളൊരു ആത്മീയ അനുഭവം എൻ്റെ മാതാവിനെയും സഹോദരനെയും സ്പർശിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിരന്തരം അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീട്ടിൽ കോപാകുലനായി. എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ അയൽവാസികൾ വഴി അറിയാൻ തുടങ്ങി, നിന്റെ അമ്മയും സഹോദരനുമൊക്കെ ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ക്രിസ്ത്യാനിയായി ജീവിക്കുകയാണോ എന്ന് ചോദിക്കാനിടയായി. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റുപാട് എല്ലാവരും തന്നെ ഇസ്ലാം മതവിശ്വാസികളും ഹൈന്ദവ മതവിശ്വാസികളുമാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ക്രൈസ്തവർ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. തികച്ചും ഹൈന്ദവ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ജീവിച്ചിരുന്ന ഞങ്ങൾക്ക് ക്രിസ്തു മതത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായി എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ അയൽവാസികളിൽ നിന്നുണ്ടായപ്പോൾ എൻ്റെ ഉള്ളിൽ വീണ്ടും കോപം വർദ്ധിക്കുകയും ഞാൻ എൻ്റെ മാതാവിനെയും സഹോദരനെയും ഒക്കെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അവരെ വേദനിപ്പിക്കുകയും അവർ കൊണ്ടുപോയിരുന്ന ബൈബിൾ ഞാൻ മറച്ചു വയ്ക്കുകയും
അവർ പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കുവാൻ ഞാൻ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു, ഈ പ്രാർത്ഥനയ്ക്ക് നീ കൂടെ വന്നു നോക്കണം. മനസ്സോടെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ മാതാവിനെയും സഹോദരനെയും അനുഗമിച്ചുകൊണ്ട് അവരെ പുറകെ എവിടേക്കാണ് ഇവർ പോകുന്നത്, എന്ത് പ്രാർത്ഥനയിലാണ് ഇവർ പങ്കെടുക്കുന്നത് എന്നറിയുവാനായിട്ട് ഞാൻ കടന്നുപോയി. ആ പ്രാർത്ഥന സ്ഥലത്ത് ഏകദേശം 30-40 പേരോളം കൂടി വന്നിരുന്നു. എല്ലാവരും താഴെ മാറ്റ് വിരിച്ച് കൈകൾ അടിച്ച് കണ്ണുനീരോടും ശബ്ദത്തോടും കൂടെ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്തത് ഞാൻ ശ്രദ്ധിക്കുകയാണ്. പുറത്തെ വരാന്തയിൽ നിന്ന് എനിക്ക് അകത്തേക്ക് കയറണമെന്നുള്ളൊരു ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അകത്തേക്ക് കയറി ഏറ്റവും പുറകിലായിട്ടിരുന്നു. ആ മീറ്റിംഗ് ഏകദേശം 2 മണിക്കൂർ കൂടുതൽ നീണ്ടുപോയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു, അവർക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പങ്കുവെക്കുന്നു, ദൈവവചനങ്ങൾ പങ്കുവെക്കുന്നു. ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ആകെ എനിക്ക് അറിയാവുന്ന വാക്ക് അവർ പറയുന്ന സ്തോത്രം എന്ന വാക്ക് മാത്രമാണ്. മറ്റൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. വെള്ള ഷർട്ടിട്ട പല ദൈവദാസന്മാരും ബൈബിളിൽ നിന്നുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നെങ്കിലും വേണ്ടതുപോലെ ഒരു ഗ്രാഹ്യം എനിക്ക് ഉണ്ടായില്ല. എനിക്ക് അതിനെക്കുറിച്ചെല്ലാം ഒരു എന്താ പറയാ, ഒരു അറിയുവാനുള്ള ഒരു താല്പര്യമുണ്ട് എങ്കിൽ പോലും എല്ലാം അജ്ഞാതമായിരുന്നു. ആ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് അമ്മയോടൊപ്പം ഞാനും തിരിച്ചു വന്നു. എൻ്റെ സഹോദരനുമുണ്ട്. എനിക്ക് തോന്നുന്നു ആ മീറ്റിങ്ങിന് ശേഷമുള്ള അടുത്ത ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ചയിൽ നിർബന്ധമായും അമ്മയും സഹോദരനും പ്രാർത്ഥനയ്ക്ക് പോകുവാനായിട്ട് തയ്യാറെടുത്തു. അന്ന് എൻ്റെ സഹോദരി വളരെ ചെറുതായതുകൊണ്ട് അവളും ആ പ്രാർത്ഥനയിൽ അവർ കൂടെ പോവുകയാണ്. എനിക്കും പോകാൻ മനസ്സില്ലെങ്കിലും പോകാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. എൻ്റെ മാതാവിനോടും സഹോദരനോടും എൻ്റെ കുഞ്ഞ് അനിയത്തിയോടും കൂടെ ഞാനും ആ മീറ്റിങ്ങിലേക്ക് കടന്നു പോകാനിടയായി. അന്ന് എൻ്റെ ജീവിതത്തിൽ ഏകദേശം 16 വർഷങ്ങൾക്ക് അകത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനത്തിന്റെ അനുഭൂതി. എനിക്കത് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ഒരാഴമായ ഒരു അനുഭവം എനിക്ക് അവിടെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണ് സമാധാനം എന്നൊരാൾ ചോദിച്ചാൽ ഇന്നും എനിക്കത് പൂർണ്ണമായി വിവരിക്കാൻ സാധ്യമല്ല. എങ്കിലും എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നു, സമാധാനം എന്ന് പറഞ്ഞാൽ ഇതുവരെ കൈവിട്ടു പോയതും ഇനി ഒരിക്കലും സാധ്യതയില്ലതും ഇല്ല എന്ന് വിചാരിക്കുന്നതുമായ ജീവിതത്തിന്റെ 2 വശങ്ങൾക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സുരക്ഷിതമായ ഒരു സംരക്ഷണം, സുരക്ഷിതമായ ഒരനുഭവം, അതായിരിക്കും സമാധാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ അവിടെ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആ പ്രാർത്ഥന ഏകദേശം 3.5 മണിക്കൂർ എടുത്തു എന്ന് ഞാൻ കരുതുന്നു. ആ മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന കഴിഞ്ഞിട്ടും എനിക്ക് അവിടുന്ന് പോരാൻ സാധിച്ചില്ല. അതിനിടയിൽ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. ഒരു പരിചയമില്ലാത്ത, ഒരിക്കൽ പോലും അതുപോലൊരു മീറ്റിംഗിൽ സംബന്ധിച്ചിട്ടില്ലാത്ത ഞാൻ എഴുന്നേറ്റ് ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇതുവരെ ജീവിക്കാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി എന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. പിന്നീടാണ് അവർ പറയുന്നത്, അതൊരു സാക്ഷ്യം പറയുന്ന സെക്ഷനിലായിരുന്നു ഞാനത് പറഞ്ഞത്, അത് സാക്ഷ്യമായിരുന്നു എന്നവരെന്നോട് പരിചയപ്പെടുത്തി. എൻ്റെ ആദ്യത്തെ ഞായറാഴ്ചത്തെ മീറ്റിംഗിൽ ഞാൻ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് പോകുന്ന രീതി ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ എൻ്റെ പിതാവിൻ്റെ രോഗം വളരെ കലശലാകുന്നു. പിതാവിൻ്റെ അസ്വസ്ഥതകൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങുന്നു. വലിയ രൂപാന്തരമൊന്നും ഞങ്ങളിൽ സംഭവിച്ചിട്ടില്ല എങ്കിലും പ്രാർത്ഥനയോടുള്ള ആവേശവും ആഗ്രഹവും വർദ്ധിച്ചു എന്നത് വാസ്തവമായ കാര്യമാണ്. പക്ഷേ പിതാവിൻ്റെ അസ്വസ്ഥത നിറഞ്ഞ മാനസിക രോഗങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞങ്ങൾ എൻ്റെ പിതാവിനെ വളരെ ബലപ്രയോഗം ഉപയോഗിച്ച് തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ടയിലുള്ള മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക്, ആ മാനസിക രോഗികളെ പാർപ്പിക്കുന്ന സെല്ലുകൾ നിറഞ്ഞ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനിടയായി. അവിടെ അദ്ദേഹത്തെ ചില ദിവസങ്ങൾ താമസിപ്പിച്ചു. ആ സമയം എനിക്കും അവിടെ താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് നിർബന്ധമായി ഒഴിഞ്ഞുകൊടുക്കാൻ അവിടുത്തെ ഉടമസ്ഥൻ ആവശ്യപ്പെട്ടു.
വാടക മുടങ്ങിയതിനാലും കൃത്യമായി വാടക കൊടുക്കാൻ കഴിയാത്തതിനാലുമാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ എൻ്റെ അമ്മയും എൻ്റെ ഇളയ സഹോദരിയും അവരുടെ വീട്ടിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക് കടന്നുപോയി. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളുടെ ബന്ധത്തിൽ തന്നെ പെട്ട ഒരു വീട്ടിലേക്ക് കടന്നുപോയി. ഇളയ രണ്ടാമത്തെ മകനാണ് ഞാൻ. എനിക്ക് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠന്റെ ഭവനത്തിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അമ്മയും ഇളയ സഹോദരിയും അമ്മയുടെ വീട്ടിലും, എൻ്റെ ജ്യേഷ്ഠൻ മറ്റൊരു വീട്ടിലും, ഞാൻ എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠന്റെ വീട്ടിലും കടന്നു പോകേണ്ട സാഹചര്യമുണ്ടായി. എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ നിന്നും എൻ്റെ പിതാവിനെ പാർപ്പിച്ച മാനസിക രോഗാശുപത്രിയിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ട് അങ്ങനെ കടന്നു വന്നു ചോദിച്ചാൽ, പിതാവിനോട് എനിക്ക് ആഴമായൊരു ബന്ധവും സ്നേഹവും ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോൾ എവിടെ കടന്നു പോയാലും, അദ്ദേഹത്തിന് സുബോധമുള്ളപ്പോൾ, അദ്ദേഹത്തിന് ആരോഗ്യമുള്ള സമയത്ത് അദ്ദേഹം കടന്നു പോകുന്ന ഓരോ സ്ഥലത്തും എന്നെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ മക്കളിൽ രണ്ടാമനായിരിക്കുന്ന എനിക്ക് എൻ്റെ പിതാവിനോട് ഒരു ആഴമായ ബന്ധം എനിക്ക് ലഭിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠന്റെ ഭവനത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കുവാനായിട്ട് അവിടേക്ക് തിരികെ വരുവാനിടയായി. ചില ദിവസങ്ങൾ മാത്രമേ എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ ചുറ്റുപാടിൽ നോക്കിയപ്പോൾ നിരവധി സെല്ലുകൾ, അനേക അന്തേവാസികൾ, അനേക രോഗികൾ അവിടെ താമസിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പലർക്കും പല പ്രായമാണ്, പലർക്കും പല രൂപമാണ്. വളരെ കഴിവുള്ളവരും ഗായകരായിട്ടുള്ള ആളുകളും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളും ഒക്കെ വിവിധ സെല്ലുകളിൽ കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ചിലർ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്, ചിലർ സാഹിത്യപരമായി സംസാരിക്കുന്നുണ്ട്, മറ്റു ചിലർ യാതൊന്നും തന്നെ സംസാരിക്കുന്നില്ല. എൻ്റെ പിതാവ് അദ്ദേഹം കഴിച്ച മരുന്നുകളുടെ ആ ഒരു സഡേഷനിൽ അദ്ദേഹവും തളർന്ന് ഇരിക്കുകയാണ്. ഞാൻ ആ ഹോസ്പിറ്റലിൽ എൻ്റെ ജീവിതത്തിന്റെ ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഞാൻ പലതും വീക്ഷിച്ചു. മനുഷ്യജീവിതം എത്ര തകർച്ചയെ നേരിടുന്നതാണ്. മനുഷ്യജീവിതം ഇത്രമാത്രം ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോഴെല്ലാം യേശുവേ, ഇതിനെല്ലാം വ്യത്യാസം തരണമേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകേണ്ട സമയം വന്നു. എനിക്ക് അധികം ദിവസങ്ങൾ അവിടെ നിൽക്കാനുള്ള അനുവാദമില്ലായിരുന്നു. ഞാൻ തിരിച്ച് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠന്റെ ഭവനത്തിലേക്ക് പോയി. ചില ആഴ്ചകൾ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. എൻ്റെ മാതാവും സഹോദരിയും എൻ്റെ ജ്യേഷ്ഠനും എനിക്കും പിന്നീട് ഞങ്ങൾ പുതുതായിട്ട് എടുത്ത ഭവനത്തിലേക്ക് മടങ്ങി വരാൻ അവസരമുണ്ടായി. പുതിയതായിട്ട് വാടകയ്ക്കെടുത്ത ഭവനത്തിലേക്ക് ഞങ്ങൾ 4 പേരും മടങ്ങി വന്ന ശേഷം എൻ്റെ പിതാവിനെ കൂടെ കൊണ്ടുവരാനുള്ള സന്ദർഭം ഒരുക്കി. അദ്ദേഹത്തിന്റെ അസ്വസ്ഥതകൾക്ക് അല്പം ശമനം ലഭിച്ചു എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ആശുപത്രി അധികൃതരും ഡോക്ടറും അദ്ദേഹത്തെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചു. അങ്ങനെ ഞങ്ങൾ പുതിയതായിട്ട് എടുത്ത വാടക വീട്ടിലേക്ക് എൻ്റെ പിതാവും കടന്നു വന്നു. ഞങ്ങൾ എല്ലാവരും ആ ഭവനത്തിൽ താമസം ആരംഭിച്ചു. അവിടെ നിന്ന് വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി. ഈ സന്ദർഭത്തിൽ എൻ്റെ പിതാവിനെ ആ വാടക വീട്ടിലെ ഒരു മുറിയിൽ കതകടച്ച് അകത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിക്കാതിരിക്കാനും പുറത്തു പോകാതിരിക്കാനും ഒക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഞങ്ങൾ 4 പേരും പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി. ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ജനൽപ്പാളികൾ തുറന്നിട്ട് എൻ്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അല്പം വെള്ളം വേണം. എനിക്ക് യാതൊരു അസ്വസ്ഥതയും ഇപ്പോഴില്ല, എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരണമെന്നുണ്ട്. അദ്ദേഹം സാധാരണ നിലയിൽ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. നീണ്ട ആഴ്ചകൾ, നീണ്ട ദിവസങ്ങൾ കഴിഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായി മരുന്നിന്റെ ശക്തിയെക്കാളും വൈദ്യശാസ്ത്രത്തിന്റെ കഴിവിനേക്കാളും ഉപരിയായി നീണ്ട 15 വർഷങ്ങൾ എൻ്റെ പിതാവിനെ അലട്ടിയിരുന്ന ആ മാനസിക രോഗം എന്നേക്കുമായി കർത്താവ് സൗഖ്യമാക്കാനായിട്ട് ഇടയായിരുന്നു. അത്ഭുതകരമായ ആ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആവേശത്തോടെ ഞങ്ങൾ ആ കതക് തുറന്നു. എൻ്റെ പിതാവ് അടച്ചിട്ട മുറിയിൽ നിന്നും പുറത്തു വന്നു. അദ്ദേഹം ഒരു പുതിയ മനുഷ്യനെ പോലെ ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. മക്കളോട് വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേൾക്കണോ? അടുത്ത ദിവസം എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ ജ്യേഷ്ഠനും കൂടെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനിടയായി. അതിനുശേഷമുള്ള ഞായറാഴ്ച എൻ്റെ പിതാവിനോടൊപ്പം മക്കളായ 3 പേര് ഞങ്ങളും എൻ്റെ മാതാവും ഒരുമിച്ച് ഞങ്ങൾ 5 പേരും പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനായിട്ട് ഇടയായി. ഈ മാറ്റം ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന്, മതപരമായ പശ്ചാത്തലത്തിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളും പൈശാചിക ആരാധനകളും അതുപോലെയുള്ള
ഒരുപക്ഷെ മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ വിശ്വാസ അല്ലെങ്കിൽ ചിന്താഗതിയിൽ നിന്നൊക്കെ ഞങ്ങളെ മോചിപ്പിക്കുന്ന ഒരു വലിയ നിമിഷമായിരുന്നു അത്. ആ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ, രൂപാന്തരത്തിന്റെ നിമിഷമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഇന്നും ഞാനത് ഇന്നലെ സംഭവിച്ചതുപോലെ ഓർക്കുകയാണ്. ആ സംഭവത്തിന് ശേഷം വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഉടുത്ത് എൻ്റെ പിതാവും എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയും ഞാനും ഉൾപ്പെടെ 5 പേർ ആ സഭയിൽ അംഗങ്ങളായി സ്ഥിരമായി യോഗങ്ങളിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങി. ദൈവജനത്തിന്റെ ബോധ്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ മാതാവും പിതാവും എൻ്റെ മൂത്ത സഹോദരനും അവർ 3 പേരും 1999 98 ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. 99 അവർ വിശ്വാസ സ്നാനം സ്വീകരിക്കാനായിട്ട് ഇടയത്തുള്ളൂ. അമ്പലങ്ങളും അതുപോലെയുള്ള ഹൈന്ദവ വിശ്വാസങ്ങളും അപ്പോൾ തന്നെ തുല്യമായ നിലയിൽ ഇസ്ലാമിക ചരിത്രവും ഇസ്ലാമിക പശ്ചാത്തലങ്ങളും നിറഞ്ഞ ആ ഗുരുവായൂരിനടുത്തുള്ള സ്ഥലത്ത് ഒരു കുടുംബത്തിൽ നിന്ന് മുഴുവൻ പേരും വിശ്വാസത്തിലേക്ക് വന്ന ഏക കുടുംബമായി ഞങ്ങളുടെ ഭവനം മാറുവാനായിട്ട് ഇടയെ തുറന്നു. എൻ്റെ പിതാവും മാതാവും എൻ്റെ സഹോദരനും സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്ന് സഭയുടെ അംഗങ്ങളായി ആരാധനയിലും ആത്മീയ യോഗങ്ങളിലും തുടരുവാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ കണ്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞു, സന്തോഷം, സ്നാനപ്പെടണം. പക്ഷേ എനിക്ക് വചനം നൽകുന്ന ബോധ്യങ്ങളോട് ഉറപ്പില്ലാതെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എനിക്കത് സാധ്യമല്ലായിരുന്നു. ആ ആഴ്ചയ്ക്ക് ശേഷമുള്ള അടുത്ത ആഴ്ചയിലും സ്നാനം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ സ്നാനം നിരസിച്ചു. ഞാൻ മുന്നോട്ട് കടന്നുപോയി. വചനത്തിന്റെ ഉറപ്പും ധൈര്യവും ബോധ്യവും എനിക്ക് ലഭിക്കുന്ന കാലത്തോളം ഞാൻ എൻ്റെ ചിന്തകളിലും എൻ്റെ ആശയങ്ങളിലും ഉറച്ചു തന്നെ നിന്നു. അപ്പോഴും ഞാൻ കർത്താവിനെ സേവിച്ചു. ഈ സാഹചര്യത്തിൽ സമൂഹത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഹൈന്ദവ പശ്ചാത്തലവും ഇസ്ലാമിക പശ്ചാത്തലങ്ങൾ നിറഞ്ഞ സമൂഹത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായ ഏക കുടുംബമായി ഞങ്ങളെക്കുറിച്ച് അയൽവാസികൾ മനസ്സിലാക്കി. പണം തന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളിലൂടെയാണോ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞത് എന്ന് അവര് ഇങ്ങനെ കുറ്റപ്പെടുത്താനും അവരിങ്ങനെ ആശങ്കപ്പെടാനും ഒക്കെ ഇടയായി തീർന്നു. അതിനിടയിൽ ഒരു ദിവസം എൻ്റെ ജ്യേഷ്ഠൻ മറ്റൊരു സ്ഥലത്ത് പ്രാർത്ഥന കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് അവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ, RSS പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കുന്ന സഹോദരന്മാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗ് വലിച്ചു കീറുകയും അതിൽ നിന്ന് ബൈബിൾ പുറത്തെടുത്ത് ആ ബൈബിളിലെ പേജുകൾ വലിച്ചു കീറി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു, ഇനി ഈ പുസ്തകവുമായിട്ടോ ഈ രീതികളുമായിട്ടോ ഇവിടെ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ആക്രമിക്കേണ്ടി വരും, കയ്യും കാലും വെട്ടിക്കളയേണ്ടി വരും. അത്തരത്തിലുള്ള ഭീഷണികൾ സമൂഹത്തിൽ ഉയരാൻ തുടങ്ങി. ഈ സംഭവം ഞങ്ങളുടെ വീട്ടിൽ വന്ന് എൻ്റെ ജ്യേഷ്ഠൻ പങ്കുവെച്ചു. ഇങ്ങനെയാണ് സാഹചര്യം, ഈ സമൂഹത്തിൽ നമുക്ക് തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കർത്താവിനെ വിട്ട് നമുക്ക് മറ്റൊരു ജീവിതവും തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല. അന്ന് വൈകുന്നേരമായപ്പോൾ രാജേഷ് എന്ന പേരുള്ള ആ RSS പ്രവർത്തകന്റെ വീട്ടിലേക്ക് കടന്നു പോകാൻ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് നൽകുവാനിടയായി. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നുപോയി. എന്നേക്കാൾ ഏകദേശം 10 വയസ്സ് കൂടുതൽ പ്രായമുള്ള അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് ഞാൻ ചോദിച്ചു, പ്രിയ സ്നേഹിത, താങ്കൾ എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ ഞങ്ങൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 15 വർഷങ്ങളായി മാനസിക രോഗം ബാധിച്ച് ആശുപത്രിയിലും അതുപോലെയുള്ള മാനസിക രോഗികളെ പാർപ്പിക്കുന്ന സെല്ലിലും പാർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ മകനാണ് ഞാൻ. സന്തോഷം എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല, അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ എല്ലായിടത്തും മുറിവുകളും വേദനകളും മാത്രമാണ് അനുഭവിച്ചിട്ടുള്ളത്. ഏകാന്തതകളിലൂടെ സഞ്ചരിച്ചിട്ട് ജീവിതം പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായിട്ട് വാഹനമിടിച്ച് മരിക്കണമെന്ന് കൊതിച്ച ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ തടയാൻ ധൈര്യം കാണിക്കുന്നു? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു കാര്യം ഞങ്ങൾ തീരുമാനിക്കാം. ക്രിസ്തുവിലൂടെ ലഭിച്ച ഈ മാറ്റം, യേശു നൽകിയ ഈ രൂപാന്തരം നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും തരാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നതോ നിങ്ങൾ ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നതുമായ ഏതെങ്കിലും ചിന്തകൾക്കോ വിശ്വാസങ്ങൾക്കോ നൽകാൻ കഴിയുമെങ്കിൽ ഈ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കാം. അല്ലാത്ത കാലത്തോളം ഈ യാത്രയെ തടയുവാനോ ഈ യാത്രയെ അവസാനിപ്പിക്കുവാനോ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് ധൈര്യപുരസ്കരം സംസാരിക്കുവാനിടയായി. ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്നേക്കാൾ ആരോഗ്യവും പ്രായവുമുള്ള ആ മനുഷ്യന്റെ മുമ്പിൽ ഇത് പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിപ്പാനിടയായി.
എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും വിശ്വാസത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ സാമൂഹികമായ വെല്ലുവിളികളോ നേരിട്ട് മനസ്സ് തകർന്നവരായി, അല്ലെങ്കിൽ മുന്നോട്ട് ഇനി ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ധൈര്യത്തോടെ നിങ്ങളോട് പറയട്ടെ, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ സകലതും സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. സകല പ്രതികൂലങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ ആവശ്യമായ കരുത്തും കൃപയും അവിടുന്ന് നൽകാൻ മതിയായവനാണ്. അവിടുന്ന് നൽകുന്ന ശക്തിയും കൃപയും മതങ്ങൾക്കും ഇവിടെ മനുഷ്യനാൽ വികസിപ്പിച്ചെടുത്ത പ്രത്യയശാസ്ത്രങ്ങൾക്കും എല്ലാ സാമൂഹിക പശ്ചാത്തലങ്ങൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ളതാണ്, കരുത്തുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആരും തളർന്നു പോകരുത്, ആരും ക്ഷീണിച്ചു പോകരുത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒരു സഹോദരനെ പോലെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ ഭീഷണിയുടെ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നത് പതിവായി. സഭയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം, അവിടെ ദൈവമക്കൾ പരസ്പരം പങ്കുവെക്കുന്ന സന്തോഷം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായി മാറാൻ തുടങ്ങി. സഭയും ദൈവദാസനും മാത്രമായി ഞങ്ങളുടെ ജീവിതം ചുരുങ്ങുകയായിരുന്നു. അപ്പോൾ തന്നെ ആ ചുരുങ്ങൽ വലിയ വികാസം പ്രാപിച്ച ദൈവത്തോടൊപ്പമുള്ള ഒരു ആത്മിക ആനന്ദത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുകയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. 2000 ആണ്ട് അടുത്തിരിക്കുന്നു. 2000 ആണ്ടായപ്പോൾ പാസ്റ്റർ എന്നോട് വീണ്ടും ഓർമ്മപ്പെടുത്തി, സന്തോഷ്, നിങ്ങൾ വിശ്വാസത്തിൽ വളരെ മാതൃകാപരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്, സ്നാനം ആവശ്യമാണ്. അന്നും എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച സ്നാനമുണ്ട്, നിങ്ങൾ സ്നാനപ്പെടുന്നത് എന്തുകൊണ്ടും അഭികാമ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ വചനത്തിന്റെ ബോധ്യം എന്നോട് സംസാരിക്കുന്നത് വരെ ഞാൻ എന്റെ ചിന്തകൾ ആർക്കും ഞാൻ വിട്ടുകൊടുത്തില്ല. അന്ന് പാസ്റ്ററുടെ വാക്കുകൾ കേട്ട് ഞാൻ അദ്ദേഹത്തോട് താല്പര്യക്കുറവ് പ്രകടിപ്പിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. നിരന്തരമായ ബൈബിൾ അല്ലെങ്കിൽ വേദവചന വായന ഒരു ശീലമായിരുന്നു. ഓരോ ദിവസവും മിക്കവാറും ഒരു പുസ്തകങ്ങൾ വായിച്ചു തീർക്കുന്നത് പതിവായിരുന്നു. ഏറ്റവും കുറഞ്ഞത് 15 അതിലധികമോ അധ്യായങ്ങൾ വായിക്കുന്ന രീതിയായിരുന്നു വിശ്വാസ ജീവിതത്തിന്റെ ആരംഭഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നിരന്തരമായി വായിച്ച വചനം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് എന്നെ റോമാലേഖനത്തിലേക്ക് എത്തിക്കുവാനിടയായി. റോമാലേഖനം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനത്തെക്കുറിച്ച് വിശദമായി പരിശുദ്ധാത്മാവ് വചനങ്ങളിലൂടെ സംസാരിച്ചു. ഗലാത്യ ലേഖനങ്ങളിലൂടെ സംസാരിച്ചു. ശനിയാഴ്ച ദിവസമാണ് ഈ വചനങ്ങളിലൂടെയുള്ള ഉറപ്പ് എനിക്ക് ലഭിക്കുന്നത്. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ സ്നാനം ക്രമീകരിച്ചിരിക്കുന്ന വിവരം അറിയാവുന്ന ഞാൻ ആരുടെയും അനുവാദം കൂടാതെ 2000 ആണ്ടിൽ പ്രിയപ്പെട്ടവരെ ഒരു മാർച്ച് മാസത്തിൽ ദൈവദാസന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ എനിക്ക് ദൈവം അവസരം ഒരുക്കി. അന്ന് തൃശ്ശൂരിനടുത്തുള്ള ഗുരുവായൂരിനടുത്തുള്ള ഒരു നദിയിൽ ഏകദേശം 4 പേര് സ്നാനപ്പെടുന്നതിൽ 4ാമനായിട്ട് ഞാനും ഇറങ്ങുവാനിടയായി. ഇന്നലെ വരെ സ്നാനപ്പെടുന്നില്ലെന്ന് പറഞ്ഞ എനിക്ക് വചനത്തിന്റെ ബോധ്യം മാനുഷികമായ വാക്കുകളാലല്ല, ഏതെങ്കിലും ലൗകികമായ ചിന്തകളാലല്ല, ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുമല്ല, സത്യവചനമായ ജീവനുള്ള വചനമായ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ ആ വചനം സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കട്ടെ, എന്റെ കേൾവിക്കാരായ എന്റെ പ്രേക്ഷകരാരെങ്കിലും ഏതെങ്കിലും വചനസംബന്ധമായ വിഷയത്തിൽ നിങ്ങൾ ആശങ്കയുള്ളവരോ നിങ്ങൾ വേണ്ടത്ര ശരിയായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തവരോ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ സമയത്തും ഞാൻ പറയട്ടെ, ജീവനുള്ള വചനം നിങ്ങളോട് സംസാരിക്കാൻ മതിയായതാണ്. അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ആ വചനം ജീവനുള്ളതാണ്. ആ വചനം ആരുടെ ഉള്ളിൽ കടന്ന് ചെല്ലുന്നുവോ, ആരത് ആസ്വദിക്കുന്നുവോ, അത് വായിക്കുന്നുവോ, ആ വ്യക്തിയിൽ ജീവൻ കടന്നു വരും. ഇന്ന് എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ ഏത് ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ സാഹചര്യത്തെയും ഏത് ആശയങ്ങളെയും അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ജീവന്റെ വചനം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്കത് കരുത്തും നിങ്ങൾക്കത് വഴികാട്ടിയുമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ വചനത്തിന്റെ ഉറപ്പാണ് എനിക്കും സ്നാനത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് എന്നെ പ്രേരിപ്പിച്ചത്. സ്നാനം ശരിയാണോ തെറ്റാണോ എന്നിങ്ങനെയുള്ള 2 വശങ്ങളുടെ ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരെ അലട്ടുന്ന അസ്വസ്ഥത സ്നാനപ്പെടുന്നത് മൂലം ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളോ സ്നാനപ്പെട്ടാൽ ഉണ്ടാകുന്ന പരിമിതികളോ ആയിരിക്കാം. എങ്കിലും പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം അനുശാസിക്കുന്ന സത്യങ്ങളിലും കൽപ്പനകളിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്നാനം എന്ന് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് വചനം കേൾക്കുന്ന എന്റെ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും സ്നാനത്തെക്കുറിച്ച് ഇതുവരെ ഇരുമനസ്സുള്ളവരായിട്ട് ഇരിക്കുന്നുവെങ്കിൽ വചനത്തിന്റെ സത്യം നിങ്ങളെ ഉറപ്പിലേക്കും വലിയ മാറ്റത്തിലേക്കും നയിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ആ വചനമാണ് എനിക്ക് ഉറപ്പ് നൽകിയത്. വചനത്തിന്റെ സത്യത്തിന്റെ ബോധ്യത്തിൽ
ഞാൻ എൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചു. 2000 ആണ്ട് മാർച്ചിൽ വെള്ളത്തിൽ മുങ്ങി ജലസ്നാനം സ്വീകരിച്ച് എനിക്ക് കർത്താവിനോട് ചേരുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ പേര് സന്തോഷ് നാരായണൻ എന്നാണ്. ലോകം നൽകിയ, മതം നൽകിയ പേരുകൾക്ക് വലിയ പ്രസക്തിയില്ലെങ്കിലും എൻ്റെ പേര് ആത്മീകമായി ഒരു ദൈവ പൈതൽ എന്ന നിലയിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ വളരെ ദരിദ്രമായിട്ടുള്ളൊരു ജീവിതത്തിൽ ജീവിച്ച, സ്വന്തമായി ഒരു വീടില്ലാത്ത, നല്ലൊരു ജോലിയില്ലാത്ത, മികച്ച വിദ്യാഭ്യാസമില്ലാത്ത എനിക്ക് ഈ ലോകത്തിൽ കാര്യമായ ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവവൈതലായി തീർന്നു എന്ന അഡ്രസ്സ് എനിക്ക് എവിടെയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ധൈര്യം സമ്മാനിക്കുവാനായിട്ട് ഇടയെ തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. സ്നാനപ്പെടുന്നത് വരെ ബൈബിൾ പല കവറുകളിൽ, പല ബാഗുകളിലായിട്ട് കൊണ്ടുപോകുന്നതായിരുന്നു എൻ്റെ യാത്രയുടെ പതിവ്. കാരണം ക്ഷേത്ര നഗരിയും അതിനടുത്തുള്ളൊരു വീട്ടിലുമാണ് പ്രാർത്ഥന നടക്കുന്നത് എന്ന് വരികിൽ എനിക്ക് ബൈബിൾ എന്ന ചുവന്ന പുസ്തകം തുറന്ന് കാണിച്ചു കൊണ്ടുപോകാൻ ധൈര്യം ലഭിച്ചിരുന്നില്ല. പക്ഷെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തൊന്നില്ലാത്ത, ഞാൻ പോലും അറിയാത്ത ഒരു ധൈര്യം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ കൊണ്ടുവരാനിടയായി. ആ ധൈര്യത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ബൈബിൾ കൊണ്ടു നടക്കാനുള്ള ധൈര്യവും ലഭിച്ചു. ഞാൻ കവറുകൾ മാറ്റി, ബാഗുകൾ മാറ്റി, ബൈബിൾ തുറന്ന പുസ്തകമായിട്ട് ആ പട്ടണത്തിലും ബസ്സിലും പോകുന്ന വഴിയിലുമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് എനിക്കൊരു അഭിമാനമായി തോന്നാൻ തുടങ്ങി. ഞാൻ ദൈവത്തിന്റെ പൈതലല്ലേ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയല്ലേ. എനിക്ക് നിത്യമായ ഒരു രാജ്യം ദൈവം പണിതുകൊണ്ടിരിക്കുകയല്ലേ. അവൻ ഇരിക്കുന്നിടത്ത് എന്നെ ഇരുത്താം എന്ന് വാഗ്ദത്തം പറഞ്ഞിരിക്കുകയല്ലേ. ഞാൻ നിങ്ങൾ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയല്ലേ. പിന്നെന്തിന് ഞാൻ സമൂഹത്തെ ഭയപ്പെടണം, ഞാൻ സാഹചര്യങ്ങളെ ഭയപ്പെടണം എന്നിങ്ങനെ ചിന്തിച്ച എനിക്ക് ആ ചുവന്ന പുസ്തകം കൈകളിലേന്തി മുന്നോട്ട് പോകാനുള്ള ധൈര്യം കർത്താവ് നൽകി. പ്രിയപ്പെട്ടവരെ, ഇത് 2000-ൽ സംഭവിച്ച കാര്യമാണ്. 2000-ൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശക്തമായ എതിർപ്പുകൾ മുന്നോട്ട് കടന്നു വന്നു. ഇതിനിടയിൽ വീണ്ടും ചില പ്രതിസന്ധികൾ സാമ്പത്തികമായി ഞങ്ങൾക്കുണ്ടായി. ഭവനം മാറിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വീണ്ടും പല ഭവനങ്ങൾ മാറി. സാമ്പത്തികമായും സാമൂഹികമായും വളരെ പിന്നോക്കമായിരുന്ന ഞങ്ങൾക്ക് ഈ സാധാരണ നിലയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ വളരെ പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും പ്രാർത്ഥന മുടങ്ങിയില്ല. ആത്മീയ ജീവിതത്തിന് യാതൊരു വിഘ്നവും സംഭവിക്കാൻ ഞങ്ങൾ അനുവദിച്ചില്ല. പട്ടിണിയായാലും നടന്നായാലും സൈക്കിളിലായാലും ആരാധനയ്ക്കും ആത്മീയ കൂട്ടായ്മകൾക്കും പോകുന്നത് വളരെ ആവേശകരമാക്കി ഞങ്ങൾ മാറ്റി. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആശാരി ഉപദേശി എന്ന് പറയുന്ന ദൈവത്തിന്റെ വലിയ മനുഷ്യൻ തൃശ്ശൂർ പറവട്ടാണിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുവാനായിട്ട് ഇടയെ തുറന്നു. അദ്ദേഹം വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പോകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. പോകാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. അദ്ദേഹം എവിടെയാണ് പ്രസംഗിക്കുന്നുള്ള സ്ഥലവും എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ഒരു കാര്യം മാത്രം അറിയാം, തൃശ്ശൂരിനടുത്തുള്ള പറവട്ടാണിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു. 17 വയസ്സുള്ള എനിക്ക് പോകാൻ മാർഗമില്ല. കടം ചോദിച്ചാൽ ഒരുപക്ഷെ ആരും തരാൻ സാധ്യതയില്ല. ആകെയുള്ളത് കാര്യമായ യാതൊരു കരുത്തുമില്ലാത്ത ഒരു സൈക്കിൾ മാത്രമാണ്. ആ സൈക്കിളിൽ ഏകദേശം 32 കിലോമീറ്റർ ചവിട്ടി ഞാൻ ആ മീറ്റിങ്ങിന് കടന്നു പോകുന്നതിനിടയിൽ ആ സൈക്കിൾ പഞ്ചറാകാനിടയായി. പഞ്ചർ ആയ സൈക്കിൾ പരിഹരിക്കാൻ ഒരു കടയിൽ ചെന്നു 5 രൂപ കടം പറഞ്ഞു. 5 രൂപ കടം പറഞ്ഞ് എപ്പോഴെങ്കിലും വരുമ്പോൾ തിരിച്ചു തരാം എന്നുള്ള വാക്കിന്റെ പുറത്ത് ആ സൈക്കിൾ നന്നാക്കി പറവട്ടാണിയിലേക്ക് ഞാൻ സൈക്കിൾ ചവിട്ടി കടന്നുപോയി. എൻ്റെ ജീവിതത്തിൽ ആശാരി ഉപദേശിയുടെ പ്രസംഗം ഇന്നും ഒരു തീജ്വാല പോലെ കത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ പ്രസംഗത്തിന്റെ കരുത്ത് വീണ്ടും 32 കിലോമീറ്റർ തിരികെ സൈക്കിൾ ചവിട്ടാൻ എനിക്ക് കരുത്ത് നൽകി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും, സാമ്പത്തികമായ സഹായമില്ലാതെ യോഗത്തിനോ ആത്മീയ കാര്യങ്ങൾക്കോ അതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആരെങ്കിലും ആശങ്കപ്പെടുന്നെങ്കിൽ നമ്മളിൽ ഒക്കെ എന്നിൽ വ്യാപരിച്ച ഞാൻ അനുഭവിച്ച ആ പരിശുദ്ധാത്മാവിന് ശക്തിയിൽ നിന്നുകൊണ്ട് പറയട്ടെ, നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയായവനാക്കി തീർക്കുന്ന ഒരു അത്യന്ത ശക്തി, ഒരു ദൈവകൃപ പ്രിയപ്പെട്ടവരെ നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. അത് അനുഭവിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ കൺവെൻഷന് ശേഷം, ആ യോഗത്തിൽ പങ്കെടുത്ത ശേഷം എൻ്റെ അകത്തെ മനുഷ്യൻ മുൻപത്തേക്കാൾ അധികം ശക്തിപ്പെടുന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ തുടങ്ങി. എന്നെ വിശ്വാസത്തിലേക്ക് നയിച്ച തോമസ് എന്ന ദൈവദാസനോട് ഞാൻ പറഞ്ഞു, എനിക്കും സുവിശേഷീകരണത്തിൽ പങ്കുചേരണം. അദ്ദേഹം എന്നെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. 2 കൈകളിലും ഏകദേശം 10 കിലോ ഭാരമുള്ള ബിഗ് ഷോപ്പറുകളിൽ ദൈവവചനം അടങ്ങുന്ന ട്രാക്റ്റുകളും ലഘുലേഖകളും പുതിയ നിയമം അടങ്ങുന്ന സുവിശേഷ പ്രതികളും ഒക്കെ ചേർത്ത്
ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തനങ്ങളിൽ കടന്നുപോയത് ഓർക്കുകയാണ്. സൗമ്യനും ജീവിതത്തിൽ മാതൃകയുമുള്ള തോമസ് എന്ന കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ സുവിശേഷീകരണത്തിൽ ഏറ്റവും മികച്ച പിന്തുണയും മാതൃകയുമായി മുന്നിൽ നിന്നു. ഒരിക്കൽ പാവർട്ടി എന്ന പള്ളിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തനത്തിന് പോയതായിട്ട് ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഞാനും ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സുവിശേഷ വിരോധികൾ, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് ക്ഷമാപണത്തോടെ ഞാൻ പങ്കുവെക്കട്ടെ, അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, സുവിശേഷത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത പ്രിയപ്പെട്ടവർ സുവിശേഷത്തെ എതിർക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തെ ശകാരിച്ചു. ഒടുവിൽ അവർ വന്ന് ഈ ബിഗ് ഷോപ്പർ മുഴുവനും എടുത്ത് കൂട്ടിയിട്ട് കത്തിക്കുവാനിടയായിരുന്നു. എന്നെ വളരെ സംരക്ഷണം നൽകി തോമസ് എന്ന ദൈവദാസൻ എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നു. അദ്ദേഹവും ഞാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, അടുത്ത ദിവസം നേരം വെളുക്കുന്നതിന് മുൻപ് തോമസ് എന്ന ദൈവദാസൻ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് അദ്ദേഹം എവിടെയാണോ ബൈബിൾ അല്ല ഈ ലഘുലേഖകൾ കത്തിച്ചത് അവിടേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോയി. ഏതെങ്കിലും ലഘുലേഖകൾ കത്താതെ കിടക്കുന്നെങ്കിൽ അത് അടുത്ത വ്യക്തിക്കുള്ള രക്ഷയുടെ മാർഗമായിരിക്കും എന്ന ദീർഘവീക്ഷണത്തോടെ ആ ദൈവദാസൻ ആ ലഘുലേഖകളെ ലക്ഷ്യമാക്കി കടന്നുപോയത് ഞാൻ ഓർക്കുകയാണ്. അത്രമാത്രം സുവിശേഷത്തെ സ്നേഹിച്ച ആ ദൈവദാസന്റെ ജീവിതം ഞങ്ങൾക്ക് മാതൃകപരമായ മുന്നേറ്റത്തിന് വഴി തെളിയിച്ചുകൊണ്ടേയിരുന്നു. വിശ്വാസത്തിൽ ഇടത്തോ വലത്തോ ഒരിക്കലും നോക്കി തളരാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായില്ല. മുന്നിൽ ഞങ്ങളെ നയിക്കുന്ന ആ ദൈവദാസൻ മാതൃകയോടും ദൈവഭക്തിയോടും വളരെ സ്നേഹത്തോടും കൂടെ മുന്നിലുണ്ടാവുകയും അപ്പോൾ തന്നെ ഈ ദൈവദാസനോടൊപ്പം ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങൾ കരുത്തും നൽകിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഭയപ്പെടാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ സുവിശേഷത്തിന്റെ വേലയിൽ പ്രാരംഭഘട്ടങ്ങൾ ഞങ്ങൾ പിന്നിട്ട് മുന്നോട്ട് കടന്നു പോകാനിടയെ ഈ സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായ ഒരു വലിയ വേദന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. 2001 മെയ് മാസം 4-ാം തീയതി ആയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കരിനിഴൽ പോലെ ഒരു വലിയ ഒരു പ്രയാസം നേരിടാനിടയായി തീർന്നു. അത് മറ്റൊന്നുമല്ല, കർത്താവിനെ ജലത്തിൽ സ്നാനം സ്വീകരിച്ച് കർത്താവിന്റെ മകനായി മാറിയ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് ഒരു ആക്സിഡന്റ് വഴി മാറ്റപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. അപകട മരണം. എൻ്റെ പിതാവിന്റെ തന്നെ ജ്യേഷ്ഠന്മാരായ ആളുകൾ, അവർ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണ്. അവർ തന്നെ ആ കേസന്വേഷണം നടത്തി എൻ്റെ പിതാവിന്റെ ബോഡി ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അത് തിരിച്ചു തന്നുവെങ്കിലും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയാത്ത വിധത്തിലുള്ള നിയമക്കുരുക്കുകൾ സൃഷ്ടിച്ച് അവർ ഞങ്ങളെ വിശ്വാസത്തിൽ നടത്തി മാറ്റാനുള്ള സന്ദർഭം പോലും ഈ ഒരു ദുഃഖകരമായ സന്ദർഭത്തിൽ ഉണ്ടാക്കാനിടയെ തീർന്നു. പിതാവിന്റെ മരണം ഞങ്ങളുടെ ജീവിതത്തെ ശക്തമായിട്ടൊന്ന് ഉലയ്ക്കാനായിട്ട് ഇടയെ തീർന്നു. കാരണം 17 വയസ്സ് പിന്നിട്ടിട്ടുള്ള ഒരു സന്ദർഭം മാത്രമാണ്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല, നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രാപ്തിയായിട്ടില്ല, സ്വന്തമായ വീടില്ല, ഇളയ പെങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വെല്ലുവിളികളായിട്ട് നിൽക്കുമ്പോൾ പിതാവിന്റെ മരണം വീണ്ടും ഒരു വലിയ ദുഃഖമായിട്ട് കടന്നു വന്നു. അങ്ങനെ പിതാവിന്റെ മരണത്തിന് ശേഷമായിട്ട് വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ പിതാവിന്റെ ജ്യേഷ്ഠന്മാർ ഞങ്ങളെ നിർബന്ധിക്കുകയും ഞങ്ങളെ പല നിലയിലുള്ള വാക്കുകൾ കൊണ്ട് ഞങ്ങളെ വശീകരിക്കുകയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഒരു ദിവസം അദ്ദേഹം മൂത്ത ജ്യേഷ്ഠൻ, പോലീസ് ഉദ്യോഗസ്ഥനായ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ ക്രിസ്തു അല്ലെങ്കിൽ ഞങ്ങൾ, ഒന്നുകിൽ പഴയ പോലെ ജീവിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നാട് വിട്ടു പോകാൻ കഴിയുന്ന ഒരു തീരുമാനം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എടുത്തേ മതിയാകുള്ളൂ, ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാനിടയെ തീർന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മുൻപിൽ മറുപടി പറയാൻ കഴിയാതെ എൻ്റെ മാതാവും സഹോദരനും സ്തംഭിച്ചുപോയി. അവർക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അന്ന് എൻ്റെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുന്നത് എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. മുറിയിലേക്ക് എൻ്റെ മാതാവും സഹോദരനും പോയി കഴിഞ്ഞപ്പോൾ മുറിയിലിരുന്ന് ഞാൻ, ഇളയ മകനായ ഞാൻ, തിരികെ പുറത്തേക്ക് വന്നിട്ട് എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. തീരുമാനത്തിന് വേണ്ടി ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടതില്ല. ഒന്നുകിൽ ക്രിസ്തു അല്ലെങ്കിൽ പഴയ ജീവിതം എന്ന് നിങ്ങൾ പറഞ്ഞതിന് കൃത്യമായ മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ക്രിസ്തുവിന് വേണ്ടിയല്ലാതെ ജീവിതം ഇനി ഒന്നിനു വേണ്ടി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, അത് കഴിയില്ല എന്ന് പറഞ്ഞ മാത്രയിൽ അദ്ദേഹം കോപാകുലനായിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനായിട്ട് ഇടയെ തീർന്നു. അമ്മയോടും ജ്യേഷ്ഠനോടും ഞാൻ ഈ വിവരം സംസാരിച്ചു. അവർ പറഞ്ഞു, എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ അദ്ദേഹത്തോട് ഇങ്ങനെ തുറന്നടിച്ച് സംസാരിച്ചത്? ഞാൻ പറഞ്ഞു, എങ്ങനെ സംസാരിച്ചു, എന്ത് സംസാരിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ യേശു അല്ലാതെ ഇനി ഒരു ശ്വാസമില്ല, യേശു അല്ലാതെ ഇനി ഒരു ജീവിതമില്ല, കർത്താവല്ലാതെ ഇനി ഒരു ഭാവിയില്ല എന്ന്
അവരോട് തുറന്ന് സംസാരിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകി. അടുത്ത ദിവസങ്ങൾ ഞങ്ങൾ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ ഇവിടെ മുന്നോട്ട് പോകും. ബന്ധുക്കൾ അല്ലെങ്കിൽ അയൽവാസികൾ ചുറ്റുപാടുള്ളവരൊക്കെ നമ്മളെ ഒരു വലിയ ഒരു പുതിയ ഒരു ചിന്താഗതിയോടുകൂടിയാണ് നമ്മളെ നോക്കിക്കാണുന്നത്. ഇവിടെ നിൽക്കുക അസാധ്യമായ കാര്യം, ബുദ്ധിമുട്ടേറിയ കാര്യം. സഭ എത്രത്തോളം നമുക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വളരെ ഞെരുക്കത്തിലും പാവപ്പെട്ട വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന സഭയ്ക്കും ഞങ്ങൾക്ക് പൂർണ്ണമായ ഒരു സംരക്ഷണം നൽകാൻ പരിമിതികൾ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിനിടയിൽ എൻ്റെ ജ്യേഷ്ഠൻ ദൈവവചനം പഠിക്കാനായിട്ട് തിരുവല്ലയിലുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ ജോയിൻ ചെയ്ത കാര്യം കൂടെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ദൈവവചനം അഭ്യസിക്കുന്ന കാലത്ത് പരിചയപ്പെട്ട ദൈവദാസൻ ബിനു എന്നു പേരുള്ള ദൈവദാസൻ തിരുവല്ലയ്ക്കടുത്ത് മല്ലപ്പള്ളിയിലുണ്ട്. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനുമായി സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസത്തിൽ വളരുന്നതിന് ഇവിടേക്ക് കടന്നു വരാൻ പൂർണ്ണ സ്വാഗതമാണ്. ആത്മീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകാമെന്ന് എൻ്റെ ജ്യേഷ്ഠനോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നോട് പങ്കുവെച്ചു. ആ പങ്കുവെച്ച മാത്രയിൽ ഞാൻ പറഞ്ഞു, ഇനി ഒട്ടും നമുക്ക് ചിന്തിക്കാൻ സമയമില്ല, ഇനി ഒട്ടും താമസിക്കാൻ നമുക്ക് നേരമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നമുക്ക് പോകണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഗുരുവായൂരിൽ നിന്നും 2001 ഏകദേശം മെയ് മാസം കഴിഞ്ഞ് ഏകദേശം ഓഗസ്റ്റ് മാസത്തോടടുത്ത്, മെയ് ജൂലൈ ഓഗസ്റ്റോടിന് അടുത്തപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും സ്ഥലം മാറി പോകാനായിട്ട് തീരുമാനിച്ചു. ഒരു വാഹനത്തിൽ ഞങ്ങളുടെ വസ്ത്രവും താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടത് മാത്രം എടുത്ത് ആ വാടക വീട് ഒഴിവാക്കി അവിടെയുള്ളതെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് കടന്നു പോകാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ 2001 ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് ഞങ്ങൾ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ കർത്താവ് കൃപ നൽകി. അവിടെ താൽക്കാലികമായ ഒരു വീട് ദൈവദാസന്മാർ ക്രമീകരിച്ചു തന്നു. ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ ഹൃദയം തുറന്ന് പാടി ആരാധിക്കുവാനായിട്ട് തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മാത്രമാണ് ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്നത്. ഒരു കാലത്ത് വാഹനം ഇടിച്ചു മരിക്കണമെന്നും മരണം എപ്പോൾ വേഗത്തിൽ വരുമെന്നും കൊതിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിലുള്ള ആനന്ദം കടന്നു വന്നപ്പോൾ ദിവസങ്ങൾ മറന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നിങ്ങനെയുള്ള എണ്ണമില്ലാതെ, അങ്ങനെയുള്ള വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ദിവസവും ഒരുപോലെ അനുഭവിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾക്കോ ക്ലോക്കുകൾക്കോ ആ ക്ലോക്കിനകത്തുള്ള സൂചികൾക്കോ ഞങ്ങളുടെ ആത്മിക ആവശ്യത്തെ കെടുത്തുവാൻ സാധിച്ചില്ല. ആ സമയം ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരുമിച്ച് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവസഭയുമായി ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് മുന്നോട്ട് കടന്നു പോകാനായിട്ട് ഇടയെത്തുന്നു. 2001 കഴിഞ്ഞു 2002 ആയപ്പോൾ ദൈവവചനം പഠിക്കണമെന്നുള്ള വലിയൊരു ആവേശം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കാനിടയായി. പക്ഷേ സാന്ദർഭികമായിട്ട് അതിനുള്ള അവസരം എനിക്ക് ലഭിച്ചില്ല. വീടിന്റെ ആവശ്യം, പെങ്ങളുടെ വിദ്യാഭ്യാസം, അമ്മയുടെ സംരക്ഷണം, എൻ്റെ ജ്യേഷ്ഠൻ ഓൾറെഡി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അത് പൂർത്തിയാകാതെ എനിക്കും കൂടെ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ എല്ലാം കൂടെ കണക്കിലെടുത്ത് 2002 ദൈവവചനം പഠിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം താൽക്കാലികമായി ഞാൻ ഉപേക്ഷിച്ചു. എന്നെ കൊണ്ട് കഴിയാവുന്ന ചെറിയ ജോലികളിലേക്ക് ഞാൻ പ്രവേശിച്ചു. 2003 ആയപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനോടുള്ള, കർത്താവിന്റെ വേലയോടുള്ള ആവേശം പിന്നെയും വർദ്ധിച്ചു വരാനായിട്ട് തുടങ്ങി. 2003 ദൈവവചനം പഠിക്കുവാൻ, കർത്താവിന്റെ വേല ചെയ്യുവാൻ, അത് ദൈവവചനം പഠിച്ചാണെങ്കിലും ബൈബിൾ സെമിനാരി പോയാണെങ്കിലും അല്ല എങ്കിലും ദൈവവചനം, കർത്താവിന്റെ വചനം അനേകരിൽ എത്തിക്കുവാൻ, സുവിശേഷം പങ്കുവെക്കണമെന്നുള്ള ആ വലിയ ആവേശം എൻ്റെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 2003 ദൈവവചനം പഠിക്കുവാനുള്ള തീരുമാനം ഞാൻ എടുത്തു. എൻ്റെ താല്പര്യം ഞാൻ ദൈവദാസന്മാരെ അറിയിച്ചു. അവർ എനിക്ക് അഡ്മിഷൻ വേണ്ട ക്രമീകരണങ്ങൾ നൽകി തന്നു. പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. 2003 ദൈവവചനം പഠിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഞാൻ 2002 ദൈവവചനം പഠിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ എൻ്റെ കയ്യിൽ ഒരു കരുതൽ എന്ന പോലെ അല്പമൊക്കെ ഞാൻ പണം കരുതി വെച്ചിരുന്നു. അവിടെ ചെന്നാൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. പക്ഷേ 2003 ആയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, നിന്റെ കഴിവല്ല, അതിലപ്പുറം ദൈവാത്മാവിന്റെ ഇടപെടലായിരിക്കും ഈ യാത്രയുടെ പിന്നിലെ പ്രേരക ശക്തി എന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. 2003 ദൈവവചനം പഠിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ എല്ലാ വഴികളും ദൈവം അടയ്ക്കാനായിട്ട് ഇടയത്തുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചോദിക്കും, ദൈവം വഴികൾ അടയ്ക്കുമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം ചിലപ്പോൾ വഴികൾ അടച്ചു എന്ന് വന്നേക്കാം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനാൽ, ലോകത്താൽ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന ചെറിയ വഴികൾ,
അധികം കാലം നമ്മൾ അതിലൂടെ കടന്നു പോകാതിരിക്കാൻ ദൈവം വലിയ വിശാലമായ ഒരു സംരക്ഷണമുള്ള വാതിൽ ദൈവം തുറന്നു തരേണ്ടതിനായിട്ട് ദൈവം ചിലപ്പോൾ വാതിലുകൾ അടയ്ക്കും. അങ്ങനെ എൻ്റെ മുന്നിൽ എല്ലാ വാതിലുകളും അടച്ചു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരാരും തന്നെ എന്നെ തേടി വന്നില്ല. എൻ്റെ സുഹൃത്തുക്കൾ ആരും വന്നില്ല. എൻ്റെ കൈകളിൽ എല്ലാ നിലയിലുമുള്ള ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി. ബൈബിൾ കോളേജിൽ പോകേണ്ട അഡ്മിഷൻ എടുത്ത ശേഷം ബൈബിൾ സെമിനാരിയിൽ ജോയിൻ ചെയ്യേണ്ട ദിവസമായി. അവിടേക്ക് എത്തണമെങ്കിൽ 16 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം ഒരു 20 രൂപയിൽ കൂടുതലെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. തലേ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കൈവശമുള്ള പണം അളന്നു നോക്കി, എണ്ണി നോക്കി. 2 രൂപ 75 പൈസ അല്ലാതെ മറ്റൊന്നും എൻ്റെ കൈകളിലില്ല. എങ്ങനെ പോകുമെന്നുള്ള ചിന്ത മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന ചിന്ത എന്നെ പിന്നെയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ ആരെങ്കിലും ആ വാക്യത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ വിനയത്തോടെ പറയട്ടെ, നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഒരുപക്ഷെ അത്ഭുതങ്ങളല്ലായിരിക്കും സംഭവിക്കുന്നത്. ആ സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു അത്യന്ത ശക്തി നമ്മിൽ വെളിപ്പെടുകയായിരിക്കാം സംഭവിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ ഞാനൊരു തീരുമാനമെടുത്തു, നടന്നായാലും എനിക്ക് സെമിനാരിയിൽ എത്തിയേ പറ്റും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അഡ്മിഷൻ ലഭിച്ചു. ജോയിൻ ചെയ്യുന്ന ദിവസമായപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ 2 ജോഡി ഡ്രസ്സ് മാത്രമേ എനിക്ക് അന്നുണ്ടായിരുന്നുള്ളൂ. അതെടുത്തുകൊണ്ട് ഞാൻ സെമിനാരിയിലേക്ക് പോകാൻ, എൻ്റെ കയ്യിൽ പുസ്തകമില്ല, മറ്റ് ക്രമീകരണങ്ങളൊന്നും തന്നെ ഞാൻ ക്രമീകരിച്ചിട്ടില്ല. ഒറ്റ കാര്യം മാത്രം അറിയാം, എനിക്ക് ദൈവവചനം പഠിക്കണം, സെമിനാരിയിൽ എത്തണം. അങ്ങനെ അവിടേക്ക് കടന്നു പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ അതിരാവിലെ ഇറങ്ങി നടക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ പുറപ്പെടുമ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചാണ് എന്നെ അയക്കുന്നത്. പ്രാർത്ഥിക്കാൻ പോലും ഒരുപക്ഷെ എനിക്ക് വേണ്ടി ആരും വന്നില്ല എന്നുള്ളതും ഞാൻ ഓർത്തു പോകുകയാണ്. അത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മയായിട്ട് ഞാൻ കരുതുന്നു. ആരെങ്കിലും വിശ്വാസ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ എന്നെ തേടി ആരും വന്നില്ല, സഹായിച്ചില്ല, കരുതിയില്ല, ശ്രദ്ധിച്ചില്ല എന്ന് പരാതിപ്പെടുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് പറയട്ടെ, ദൈവം പ്രത്യേകമായ ഒരു കരുതലിന് വേണ്ടിയാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. കാരണം ദൈവത്തിന്റെ കരുതലുകൾ അതിശ്രേഷ്ഠമായതുകൊണ്ട് താൽക്കാലികവും അപ്പോൾ തന്നെ ചെറിയതുമായ കരുതലുകൾ ചിലപ്പോൾ ദൈവം അനുവദിച്ചില്ല എന്ന് വന്നേക്കാം. അത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ്, ദൈവത്തിന് നമ്മളോടുള്ള കരുണയാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ എൻ്റെ മുന്നിലെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ എൻ്റെ മാതാവ് എന്നോട് ചോദിച്ചു, എങ്ങനെ കടന്നു പോകും? ഞാൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നടക്കാൻ എനിക്ക് നല്ലൊരു ആവേശം തോന്നുന്നുണ്ട്. ഞാൻ നടന്നു പോവുകയാണ്. പ്രാർത്ഥിച്ച അമ്മ എന്നെ അവിടെ നിന്ന് യാത്രയാക്കി. പ്രിയപ്പെട്ടവരെ, ഈ സമയം എൻ്റെ ജ്യേഷ്ഠൻ ബൈബിൾ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ എന്നെ പ്രാർത്ഥിച്ച് അയക്കുമ്പോൾ എൻ്റെ ഇളയ സഹോദരി ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ എത്തി നിൽക്കുന്നു. മനസ്സിനകത്ത് വലിയ ഭാരമുണ്ട്. അമ്മയുടെ ചിലവ്, സഹോദരിയുടെ പഠനം, വീടിന്റെ വാടക, എങ്ങനെ ഇതെല്ലാം കൈകാര്യം ചെയ്യും? അറിയില്ല, ഒന്നും അറിയില്ല. വിശ്വാസ ജീവിതം ഒരുപക്ഷെ ഇതുപോലെയാണ്. ഒരു കണക്കുകൂട്ടലുകൾ കൊണ്ടും നമുക്ക് ചിലപ്പോൾ പിടിച്ചെടുക്കാനോ കണ്ടെത്താനോ സാധ്യമല്ല. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കണക്കുകൂട്ടലുകൾ ഒരുപക്ഷെ സാധ്യവുമല്ല. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള ദൈവത്തിന്റെ കണക്കുകൾ മാത്രം നമ്മിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതകരമായ യാത്രയാണ് വിശ്വാസ ജീവിതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ എനിക്ക് വഴിയിൽ വെച്ചൊരു വാഹനം ലഭിക്കാനിടയെ തുടർന്നു. ഒരു ജീപ്പ് കടന്നു വന്ന് എൻ്റെ മുന്നിൽ നിർത്തി ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരിടത്തേക്കാണ് ഞാൻ പോകുന്നത്. അവർ പറഞ്ഞു, ഞങ്ങളും അങ്ങോട്ടാ പോകുന്നത്, ദയവായി ഈ വാഹനത്തിൽ കയറുക. പ്രിയപ്പെട്ടവരെ, അന്ന് ആ വാഹനത്തിൽ എനിക്ക് കയറി കൃത്യമായ സമയത്ത് തന്നെ എനിക്ക് സെമിനാരിയിൽ എത്തുവാൻ കഴിഞ്ഞു. അവിടുത്തെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു. എല്ലാവരും സെമിനാരിയിൽ പഠിക്കുന്ന സമയം അവരുടെ റൂമുകൾ അവര് ക്രമീകരിക്കുന്നതിന് വേണ്ടി, അവരുടെ പഠനോപകരണങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി, അവരുടെ താമസ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി വളരെ തിരക്കിട്ടോടുകയാണ്. അപ്പോഴെല്ലാം ഞാൻ മാറി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയായി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ക്രമീകരിക്കാൻ പ്ലാൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം. അവിടെയും പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോഴും മറ്റൊരു ദൈവദാസൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തന്നു. അത് കൂടുതലായിരുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്ത ശേഷം ഇതുപോലെ പകച്ചു നിൽക്കുന്ന ഒരു സഹോദരൻ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ആവശ്യമുള്ളതെല്ലാം പങ്കുവെച്ചു. അന്ന് ക്രിസ്ത്യമായ പങ്കുവെക്കൽ സെമിനാരിയുടെ ആദ്യത്തെ ദിവസം ഞാൻ അനുഭവിച്ചറിയാനായിട്ട് ഇടയത്തുന്നു. ഇന്ന് ഈ സമയത്ത് ഞാൻ വാക്കുകൾ പങ്കുവെക്കുമ്പോൾ, എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ, ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് പങ്കുവെക്കലാണ് എന്ന് പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്ത്യമായ സന്തോഷവും ദൈവത്തിന്റെ കരുതലും
അനുഭവിച്ചറിയുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഹൃദയം തുറന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ പങ്കുവെച്ച് തുടങ്ങുക. നിങ്ങൾക്കുള്ളത് പങ്കുവെച്ച് തുടങ്ങുക. രണ്ടുടുപ്പുള്ളവൻ ഇല്ലാത്തവനൊന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, അവൻ കരുതുവാൻ മതിയായവനാണെന്ന് ഉറച്ചുകൊണ്ട് പങ്കുവെക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം ഹല്ലേലൂയ നൽകി തരാൻ കഴിയുന്ന ഒരു നല്ല പിതാവ് നമ്മുടെ കൂടെയുണ്ട്. സെമിനാരി പഠനം ആരംഭിച്ചു. മാതൃകപരമായ ഒരു ജീവിതത്തിനായിട്ട് ഞാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അവിടെയും വെല്ലുവിളികൾ ധാരാളം ഉണ്ടായിരുന്നു. സെമിനാരി ജീവിതം സാധാരണ എല്ലാവരും കരുതുന്നത് പോലെ ഒരു ജീവിതമല്ല. അവിടെ വ്യത്യസ്തമായ താളം തെറ്റിക്കുന്ന, മനസ്സിനെ നമ്മുടെ മനസ്സിന്റെ ലക്ഷ്യങ്ങളെ തെറ്റിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കടന്നു വരും. അവിടെയും നമുക്ക് പിടിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വിദ്യാഭ്യാസത്തിന് അവിടെ ഒരു ചെറിയ തടസ്സം നേരിട്ടു. അവിടുത്തെ ഡയറക്ടർ പറഞ്ഞു, ഫീസ് അടയ്ക്കാൻ കഴിയാത്തവരെല്ലാവർക്കും പഠനം ഇപ്പോൾ തൽക്കാലം നിർത്തി ഭവനങ്ങളിലേക്ക് മടങ്ങാം. ഫീസ് അടയ്ക്കുന്നത് വരെ നിങ്ങൾക്ക് ഭവനത്തിൽ താമസിക്കാം, ഫീസ് അടച്ച ശേഷം വന്നാൽ മതി. അങ്ങനെയുള്ള ഒരു നിർബന്ധവും ആഹ്വാനം ബൈബിൾ സെമിനാരിയിൽ നിന്നുണ്ടായപ്പോൾ ഒരുപാട് സഹോദരന്മാർ അവരുടെ വീടുകളിലേക്ക് കടന്നുപോയി. എന്നാൽ ഭവനത്തിലേക്ക് പോകാൻ മടിച്ച ഞാൻ അവിടുത്തെ ഡയറക്ടറോട് പറഞ്ഞു, സാറേ, വളരെ പരിശ്രമിച്ചാണ് ഇങ്ങോട്ട് വന്നത്, ഇനി തിരിച്ചു പോകുക അസാധ്യമാണ്. അതുകൊണ്ട് പഠനം ഞാൻ വേണമെങ്കിൽ ക്ലാസ്സിൽ കയറാതെ മാറ്റിവെക്കാം. എനിക്ക് ആഹാരവും ആവശ്യമില്ല, പക്ഷെ ഇവിടുന്ന് പോകാൻ എന്നെ അനുവദിക്കരുത്, എന്നോട് പറയരുത്. അങ്ങനെ റൂമിൽ താമസിക്കാൻ പ്രത്യേകമായ ഒരു പെർമിഷൻ അവിടുത്തെ ഡയറക്ടർ എനിക്ക് നൽകി തന്നു. ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ അളവ് വർദ്ധിക്കുന്ന ദിവസങ്ങളായിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ കേൾവിക്കാരോട്, ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വഴികൾ അടയുന്നതായിട്ടും വഴികൾ തടസ്സപ്പെടുന്നതായിട്ടും റിജക്ഷൻ ഉണ്ടാകുന്നതായിട്ടും എവിടെന്നെങ്കിലും പുറത്താക്കപ്പെടുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ ഒരു കാര്യം ഹൃദയത്തിൽ നിന്ന് ഞാൻ തുറന്നു പറയാം, അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയത്തെയും ശക്തിയെയും വർദ്ധിപ്പിക്കുന്ന സമയങ്ങളായിരിക്കും. ഞാൻ എൻ്റെ മുറിയിൽ കയറി കതകടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ ഉണ്ട് എന്ന് മറ്റു വിദ്യാർത്ഥികൾ അറിയാത്ത വിധത്തിൽ എനിക്ക് അവിടെ പെരുമാറേണ്ടത് ആവശ്യമായിരുന്നു. 2 ദിവസങ്ങൾ അങ്ങനെ ആഹാരമില്ലാതെ ഞാൻ പ്രാർത്ഥനയിൽ മാത്രം ഒഴുകി മുന്നോട്ട് കടന്നുപോയി. 3-ാം ദിവസമായപ്പോൾ ഡയറക്ടർ ഒരു 9 മണി സമയത്ത് എന്നെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷ് വന്ന് ഈ റെക്കോർഡിൽ, ഈ ഫയലിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ, എന്തിനാണ് ഞാൻ സൈൻ ചെയ്യേണ്ടത്? ഒരുപക്ഷെ എന്നെ പുറത്താക്കുകയാണോ? എന്റെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയാണോ? എന്റെ പഠനം പകുതിയിൽ അവസാനിപ്പിക്കുകയാണോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല, ഇനിയുള്ള 3 വർഷവും പൂർണ്ണമായി പഠിക്കാൻ വേണ്ടിയുള്ള അനുമതി താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു. താങ്കളുടെ പേര് ഇന്ന് രാവിലെ 8:30 മണിക്ക് ഒരു അജ്ഞാതനായ മനുഷ്യൻ വന്ന് മുഴുവൻ ഫീസും അടച്ചിട്ട് കടന്നുപോയിരിക്കുന്നു. അദ്ദേഹം ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം അല്പസമയം മുമ്പ് കടന്നുപോയതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിച്ചപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹം വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ തലേ രാത്രിയിൽ ഈ ഫീസ് അടച്ച് ഒപ്പിടുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കലശലായ നിർബന്ധമുണ്ടായി. ആ നിർബന്ധം ഇങ്ങനെയാണ്: ഇന്ന സെമിനാരിയിലേക്ക് കടന്നു പോകുക, അവിടെ ഒരു വ്യക്തിക്ക് വേണ്ടി ഫീസെങ്കിലും നീ അടയ്ക്കുക എന്നുള്ളൊരു നിർബന്ധം ആ ദൈവദാസന്റെ ഹൃദയത്തിലുണ്ടായി. ദൈവത്തിന്റെ ആ നിർബന്ധത്തിന്റെ വെളിച്ചത്തിലാണ് ദീർഘദൂരം സഞ്ചരിച്ച് അജ്ഞാതനായ ആ മനുഷ്യൻ എന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി സെമിനാരിയിലേക്ക് വന്നത്. ഇന്ന് എന്റെ വാക്കുകൾ കേൾക്കുന്ന, എന്റെ അനുഭവങ്ങൾ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഹൃദയം തുറന്ന് വീണ്ടും പങ്കുവെക്കട്ടെ. ഈ സമയത്തും ദൈവം കരുതുവാൻ മതിയായവനാണ്. എവിടെ അസാധ്യതകളുണ്ടോ അവിടെയെല്ലാം സാധ്യതകൾ ഒരുക്കി നമ്മെ കൈപിടിച്ച് നടത്താൻ ഈ ദൈവം മതിയായവനാണ്. ആ കർത്താവിന്റെ കരുതലുകൾ ഞാൻ വീണ്ടും അനുഭവിച്ചറിയുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്റെ പഠനം പൂർത്തീകരിച്ചു. പഠനത്തിന് അനന്തരമായിട്ട് 2006 എന്റെ അധ്യാപകനോടൊപ്പം ക്രിസ്തീയ ശുശ്രൂഷയിൽ വ്യാപൃത ആകാനുള്ള ഒരു അവസരം, സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് തിരുവല്ലയിൽ ലഭിച്ചു. തിരുവല്ലയിലുള്ള ചുറ്റുപാടുകളിലേക്ക് ഞാൻ കണ്ണോടിച്ചു. ഇനിയൊരു ദൈവദാസന്റെ ആവശ്യം ആ പട്ടണത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ നിൽക്കേണ്ടത് ഇവിടെയാണോ? നീണ്ട മാസങ്ങൾ, ഏതാണ്ട് 6 മാസം എനിക്ക് അവിടെ സമയം ചിലവഴിക്കേണ്ടി വന്നു. 6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ദൈവികമായ സന്ദർഭം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി. അവിടെ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് ഒരു സഭയുടെ ശുശ്രൂഷകനോടൊപ്പം അസോസിയേറ്റ് ചെയ്യേണ്ടതിന് വേണ്ടി കർത്താവ് എന്നെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. നീണ്ട 2 വർഷങ്ങൾ ഒരു ദൈവദാസനോട്, പാസ്റ്റർ ജോബോയ് ടി ഐസക്, ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആ ദൈവദാസനോടൊപ്പം എറണാകുളം കളമശ്ശേരിയിൽ ചർച്ചക്കോട് ദൈവസഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. അവിടെ നിന്ന് നിരവധി സന്ദർഭങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് ഒരുക്കി. ബൈബിൾ ക്ലാസ്സുകൾ, അതുപോലെ ദൈവവചന പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയുള്ള വേദികൾ, അങ്ങനെ നിരവധി അവസരങ്ങൾ പരിശുദ്ധാത്മാവ് നൽകി തന്നു. ഏതാണ്ട് 3 വർഷങ്ങൾ പിന്നിട്ട ശേഷം
ആ ദൈവദാസനും ഞാനും ഒരുമിച്ച് ആ സഭയിൽ നിന്ന് റിസൈൻ ചെയ്തു. അദ്ദേഹം മറ്റൊരിടത്തേക്കും, ഞാൻ ആ പട്ടണത്തിൽ തന്നെ ദൈവത്തിന്റെ ആലോചനയ്ക്കായി മറ്റൊരു സ്റ്റെപ്പ് എടുക്കേണ്ടതിന് വേണ്ടി കാത്തിരുന്നു. ഈ അവസരങ്ങളിലെല്ലാം നിരവധി ശുശ്രൂഷയുടെ അവസരങ്ങൾ മുന്നിലേക്ക് കടന്നു വന്നു. പലപ്പോഴും അവസരങ്ങൾ കടന്നു വന്നപ്പോൾ ഞാൻ അതിനെല്ലാം ദൈവത്തിന്റെ ഹിതത്തിന്റെ വെളിച്ചത്തിൽ അതിനെയെല്ലാം ഞാൻ വിശകലനം ചെയ്യുമായിരുന്നു. ദൈവഹിതമല്ലാത്ത അവസരങ്ങളെല്ലാം ഞാൻ എന്ത് വില കൊടുത്തും ഉപേക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ടേയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്ന ദുഃഖകരമായ അവസ്ഥാവിശേഷം കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോകുകയാണ്. ഇന്നത്തെ പല ശുശ്രൂഷകളും കേവലം ഔദ്യോഗികമായ ഒരു ജോലി പോലെ ആയി പോകുന്നുണ്ടോ എന്ന് ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് ശമ്പളം നിയമിക്കുകയും അല്ലെങ്കിൽ വലിയ ഓഫറുകൾ സമ്മാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാതെ വരാറുണ്ട്. കർത്താവ് നമ്മളെ അത്രമാത്രം സ്നേഹിച്ച്, കർത്താവ് നമ്മളെ ആഴമായി സ്നേഹിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ദൂതന്മാർക്ക് പോലും കൊടുക്കാത്ത ഈ ശ്രേഷ്ഠമായ അവസരം എന്തുകൊണ്ട് മനസ്സ് തുറന്ന് ഒരു വോളണ്ടിയർ മൈൻഡിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ചിന്ത എന്റെ മനസ്സിനെ വല്ലാതെ പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട്. ഇന്നത്തെ നവീന സുവിശേഷകരോട്, ഇന്നത്തെ ലോകത്തിലെ എന്റെ സമകാലികരായിട്ടുള്ള യൗവനക്കാരായ സുവിശേഷകരോട് പറയട്ടെ, കർത്താവിന്റെ വേലയിൽ എപ്പോഴും തുറന്ന് മനസ്സോടെ യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളെ നല്ലവനും വിശ്വസ്തരുമായ ദാസൻ എന്ന് വിളിക്കുന്ന ഒരു ദിവസത്തിനായിട്ട് നമുക്ക് സ്വപ്നം കാണാൻ ഉറപ്പായിട്ടും നമുക്ക് കഴിയുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അനുഭവങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ നിന്ന് ലഭിച്ച അവസരങ്ങളൊന്നും ഞാൻ സ്വീകരിക്കാതെ ദൈവഹിതത്തിനായിട്ട് കാത്തിരുന്നു. നീണ്ട 2 വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് കടന്നുപോയി. 2010 ഞാൻ പൂർണ്ണമായും സഭാ ശുശ്രൂഷകളിൽ നിന്നും മറ്റും മാറി, കളമശ്ശേരിയിൽ നിന്ന് മാറി ഞാൻ എറണാകുളത്ത് താമസിച്ച് കർത്താവിന്റെ ഹിതത്തിനായിട്ട് ഞാൻ കാത്തിരുന്നത്. അതിനിടയിൽ വന്ന അവസരങ്ങളെല്ലാം എനിക്ക് ദൈവാലോചനയുടെ വെളിച്ചത്തിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. 2012 ആയപ്പോൾ എൻ്റെ അധ്യാപകനായിരുന്ന PJ ജെയിംസ് സാർ എന്ന് പറയുന്ന ആ ദൈവമനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കോഴിക്കോട് ജില്ലയിൽ തന്നെ കണ്ണൂരിന് സമീപത്തുള്ള നാദാപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇതുവരെ ഒരു ക്രിസ്തീയ വേല ഉണ്ടെന്ന് തോന്നുന്നില്ല. വേണ്ടത്ര സുവിശേഷം അവിടെ കടന്നു ചെന്നിട്ടില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു വില്ലേജ് ആണത്. അവിടെ ഒരു സുവിശേഷകനെ നമുക്ക് ആവശ്യമുണ്ട്. അവിടേക്ക് പോകാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം സാറേ. 2 ദിവസം അങ്ങനെ ഒരാൾക്ക് വേണ്ടി അന്വേഷിച്ചു, പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ് പോകേണ്ടത് എന്ന് കർത്താവ് എന്നോട് സംസാരിക്കാൻ ഇടയായി തുടങ്ങി. അങ്ങനെ 2009 ഞാൻ 2012 കാര്യമാണ് പറയുന്നത്. ഇതിനിടയിൽ 2009 എന്റെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2009 അടൂരിൽ നിന്ന് ഏഴംകുളത്തെ IP സഭയിൽ അംഗമായിരുന്ന സിന്ധു എന്ന് പറയുന്ന സഹോദരിയെ വിവാഹം കഴിക്കാൻ എനിക്ക് അവസരം കർത്താവ് ഒരുക്കി. 2009 വിവാഹത്തിന് ശേഷം 2010 കൂടെ ഞങ്ങൾ എറണാകുളത്തെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് കർത്താവിന്റെ ഹിതത്തിനായിട്ട് ഞങ്ങൾ കാത്തിരുന്നു. ഞങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങൾ, എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞ 5-ാം ദിവസമാണ് ഞങ്ങൾ വീണ്ടും സുവിശേഷ വേലയിൽ ഞങ്ങൾ വ്യാപൃതരാകുന്നത്. ഈ 5-ാം ദിവസം മുതൽ വീണ്ടും കഷ്ടതയുടെയും പ്രതിസന്ധികളും നിറഞ്ഞ സുവിശേഷ വേലയിൽ ഞങ്ങൾ വ്യാപൃതരാകുകയായിരുന്നു. എനിക്ക് വലിയ സങ്കടമുണ്ടായി. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ആഴ്ചയിൽ തന്നെ വളരെ ഞെരുങ്ങിയതും ഒറ്റമുറിയുള്ളതുമായ ഒരു സ്ഥലത്തേക്ക് ഭാര്യയെ കൂട്ടി സുവിശേഷ വേലയ്ക്ക് പോകേണ്ടി വന്നല്ലോ. അതും കേരളത്തിൽ തന്നെയാണ് എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നി. ഞാൻ ചെയ്യുന്നത് അങ്ങേയറ്റം കഷ്ടമാണോ എന്ന് തോന്നിയെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എൻ്റെ ഭാര്യ ഒരിക്കലും പിറുപിറുത്തില്ല, ഒരിക്കലും വൈമനസ്യം കാണിച്ചില്ല, എൻ്റെ കൂടെ നിന്നു എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ 2 വർഷം ഞങ്ങൾ കാത്തിരുന്നാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവസരങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ ചോദിച്ചത്. 2012 ആയപ്പോൾ എൻ്റെ അധ്യാപകനായ PJ ജെയിംസ് സാർ പറഞ്ഞ അനുസരിച്ച് നാദാപുരത്ത് പ്രവർത്തിക്കാനുള്ള ദൈവദാസനെ അന്വേഷിച്ചു. ആ അന്വേഷണം ഞാൻ എന്നിൽ തന്നെയാണ് കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2012 മെയ് മാസം 4-ാം തീയതി ഞാൻ നാദാപുരത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ഞാൻ നാദാപുരത്ത് 5-ാം തീയതിയാണ് എത്തുന്നത്. മെയ് മാസം 5-ാം തീയതി. 5-ാം തീയതി എത്തുമ്പോൾ അന്ന് ഹർത്താൽ ദിവസമായിരുന്നു. വലിയ സംഘർഷങ്ങൾ നിറഞ്ഞൊരു ദിവസമായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സംഘർഷവും ഹർത്താലും എന്ന് എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, വടകര സ്റ്റാൻഡിൽ രാഷ്ട്രീയ നേതാവായിരിക്കുന്ന TP ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു RMP പ്രവർത്തകൻ വെട്ടേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ
ഡെഡ് ബോഡി പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ദിവസമാണ് ഞാൻ നാദാപുരത്ത് ചെല്ലുന്നത്. എന്റെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ, ഒരുപാട് ഭയങ്ങൾ, ഒരുപാട് അസ്വസ്ഥതകൾ നിറയുവാൻ തുടങ്ങി. ഞാൻ നാദാപുരം സ്റ്റാൻഡിൽ ചെന്നു. അന്ന് ബസ് ലഭിക്കുക ബുദ്ധിമുട്ടായിരുന്നു. കൂടുതൽ പണം കൊടുത്തൊരു ജീപ്പിൽ നാദാപുരം സ്റ്റാൻഡിൽ ചെന്നു. ആ സ്റ്റാൻഡിന്റെ പണിതീരാത്തൊരു കെട്ടിടത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇവിടെയാണോ ഞാൻ വേല ചെയ്യേണ്ടത്? കർത്താവ് എന്നോട് ഒന്നും മിണ്ടിയില്ല. ചിലപ്പോൾ ദൈവം നമ്മളോട് പലപ്പോഴും നിശബ്ദത പാലിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ നിശബ്ദതയിൽ പോലും ശക്തമായ ഒരു ഉത്തരമുണ്ട്, ശക്തമായ ഒരു ആലോചനയുണ്ട് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുകയാണ്. ആ നിശബ്ദതയുടെ മുന്നിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ തിരികെ വന്നു. എൻ്റെ ഭാര്യയെ കൂട്ടി പറഞ്ഞു, ഏറ്റവും നല്ലൊരു പട്ടണത്തിലേക്ക് നമുക്ക് പോകാം, അവിടെ കർത്താവിന്റെ വേല ചെയ്യാനായിട്ടുണ്ട്. അവിടുത്തെ പരിമിതികളോ ഈ കണ്ട എന്താ പറയാ മരണത്തിന്റെ പൊതുദർശനമോ ഒന്നും ഞാൻ എൻ്റെ ഭാര്യയോട് പങ്കുവെച്ചില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നാദാപുരത്തേക്ക് കടന്നുപോയി. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയെങ്കിലും അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്നും കുറച്ചുകൂടെ ഉൾപ്രദേശത്തേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ നാദാപുരത്തു നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന വിലങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടേക്ക് പോകാനായിട്ട് ഇടയായി. മലകളാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ്. മാവോയിസ്റ്റുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വനമേഖലയും കൂടെയാണ് അവിടെ. ഏതാണ്ട് 14 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് ഒരു വൺ വേ റോഡ് ഗതാഗതം മാത്രമുള്ള സ്ഥലം. 5 മണി കഴിഞ്ഞാൽ ബസ് സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ സ്ഥലം. ആ സ്ഥലത്തേക്ക് എറണാകുളത്ത് നിന്നും ഞാൻ എൻ്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, 2012 ഞങ്ങൾ നാദാപുരത്തെ ലക്ഷ്യമാക്കി പ്രവർത്തനം ആരംഭിക്കാനായിട്ട് ഇടയായി. നീണ്ട 3.5 വർഷങ്ങൾ ഒരാളുമായും സംസാരിക്കാനോ ഒരാളുമായും കൂട്ടായ്മ ആചരിക്കാനോ ഒരു പ്രസംഗം പോലും നടത്താനോ എനിക്ക് അവസരമുണ്ടായില്ല. അപ്പോഴെല്ലാം മനസ്സിലൂടെ പല പല ചിന്തകൾ കടന്നുപോയി. തിരുവനന്തപുരത്ത് നിന്ന് വന്ന സഭയുടെ അവസരം നഷ്ടമാക്കിയത് മണ്ടത്തരമായോ? തൃശ്ശൂരിൽ നിന്ന് വന്ന സഭയുടെ അവസരം നഷ്ടമായത് വെറുതെ, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമായോ? ഡൽഹിയിലേക്ക് പോകാൻ ഒരവസരം കിട്ടിയതും വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരം. ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ, ചോദ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരാൻ ഇടയായി തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 3.5 വർഷം അവിടെ കർത്താവ് ഞങ്ങളെ ഒരുക്കുകയായിരുന്നു. ആ 3.5 വർഷം എന്നോടും എൻ്റെ ഭാര്യയോടും ദൈവവചനത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കാനുള്ള സമയം ചിലവഴിക്കാൻ വേണ്ടി ഞങ്ങളോട് പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരു മരുഭൂമിവാസം എന്ന പോലെ ഒരു മേഖലയിൽ ഒരു വനവാസമായിട്ട് ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഞങ്ങൾ താമസിക്കുന്നത് ഒരു ശരിയായ വീടിന്റെ ക്രമീകരണത്തിലല്ല, ഒരു തേങ്ങ സ്റ്റോർ ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിന്റെ താഴെ വാഹനം വന്ന് നിൽക്കുമ്പോൾ മുകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന തേങ്ങകൾ, കോക്കനട്ട് ലോറിയിൽ സ്റ്റോറേജ് ആകുകയും അവിടെ നിന്ന് അത് കൊണ്ടുപോവുകയും ചെയ്യും. ആ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് അതിനു മുൻപ് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടിയ ഒരു വലിയ തോടിന്റെ സമീപത്താണ്. ആ തോട്ടിൽ കടപുഴകി വീണ വൻ വൃക്ഷങ്ങൾ, അതിലൂടെ ഒഴുകുന്ന അതിശക്തിയോടെ കുത്തി ഒലിച്ചു വരുന്ന വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. ആ വീടിനും ആ സ്ഥലത്ത് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഏതാണ്ട് ആ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു നല്ല വീട് അല്ലെങ്കിൽ ആൾപ്പാർപ്പില്ലാതെ കിടപ്പുണ്ട്. അതിന് ഏകദേശം 8-9 മുറികൾ ആ വീടിനുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ വീട് താമസയോഗ്യമല്ലാതെ ഇരിക്കുന്നത്? ആ വീട് എന്തുകൊണ്ടാണ് വാടകയ്ക്ക് കൊടുക്കാത്തത് എന്ന് അന്വേഷിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഏകദേശം ഒരു 3-4 വീടുകൾക്കപ്പുറത്ത് നിൽക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞു, ആ വീടിന്റെ ഉടമസ്ഥൻ ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് ആ വീട് ഉപയോഗശൂന്യമായി കിടക്കുന്നത്, അവിടെ വെളിച്ചമില്ലാത്തത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ വീട് താമസിക്കാൻ വേണം. ഈ കോക്കനട്ട് നിറഞ്ഞ സ്റ്റോറേജ് നിറഞ്ഞ ബിൽഡിങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് താമസം മാറാനായിട്ട് അവസരം അങ്ങനെ ഉണ്ടായി. ആത്മഹത്യ ചെയ്ത വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി. ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചിരുന്നില്ല. അതും എൻ്റെ ഭാര്യയിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ കൂടെ നിൽക്കേണ്ട വ്യക്തി ഏതെങ്കിലും കാരണവശാൽ പിന്മാറിയാൽ എനിക്ക് അവിടുത്തെ മിഷൻ, കർത്താവിന്റെ വേല തുടരാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും ഞാൻ താൽക്കാലികമായിട്ട് എൻ്റെ ഭാര്യയിൽ നിന്ന് മറച്ചു വെച്ചു. കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ അവിടെ താമസം ആരംഭിച്ചു. അവിടെ 3.5 വർഷം ഞങ്ങൾ പ്രവർത്തിക്കാനിടയായി. 3.5 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു കുടുംബം അവിടെ വിശ്വാസത്തിന് വേണ്ടി ദൈവത്താൽ തുറക്കപ്പെട്ടു. ആ വീടിന്റെ കയറി താമസം ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ചാണ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത്. ആ വീടിന്റെ ഹൗസ് വാമിങ് ഒരു വെല്ലുവിളിയായി വാസ്തുശാസ്ത്രം അനുസരിച്ച് പകുതി പൊളിച്ചു കളയണമെന്നൊരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് അവരെന്നെ വിളിക്കുകയും ഞാൻ അവരുമായി സംസാരിക്കുകയും ചെയ്തത്.
ഞാൻ പറഞ്ഞു, അതിന്റെ നഷ്ടം മുഴുവനും എന്റെ പേരിൽ എഴുതി വെച്ചുകൊള്ളൂ. ആ വീട് നിങ്ങൾ പൂർത്തീകരിക്കാൻ തയ്യാറാകണം. മാത്രമല്ല, അങ്ങനെ നിങ്ങൾ ധൈര്യത്തോടെ പൂർത്തീകരിച്ചാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കണമെന്നുകൂടെ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ വീടിന്റെ പണി പൂർത്തിയാക്കി. ആ കുടുംബം കർത്താവിനെ സ്വീകരിച്ചു. നിർബന്ധത്താലല്ല, അവരുള്ളിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് അവർ അനുഭവിച്ചറിഞ്ഞു. ആ വീടിന്റെ ഹൗസ് വാമിംഗ് ചരിത്രത്തിൽ ആദ്യമായി നാദാപുരത്ത്, ആ സ്ഥലത്ത്, ആ വില്ലേജിൽ ആദ്യമായി ഒരു ക്രിസ്തീയ ഹൗസ് വാമിംഗ്, പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു വീടിന്റെ കയറി താമസം നടത്തുവാനും കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി. ആ ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങൾ യുവജനങ്ങളിലേക്ക് തിരിയുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാനായിട്ട് ഇടയെത്തുന്നു. 2012 മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. സമൂഹത്തിൽ ഒരുപാട് 16 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള ഒരുപാട് യുവതി യുവാക്കൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നു, പ്രണയ നൈരാശ്യത്താൽ ജീവിതം നഷ്ടമാകുന്നു, നാട് വിട്ടുപോകുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും എന്താ പറയാ അറിയുവാനും ഒക്കെ ഇടയായി തീർന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 2015 ആയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏകദേശം കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള മുക്കം എന്ന് പറയുന്ന പട്ടണത്തിന് സമീപത്തുള്ള NIT എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ആ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്ത് 4 വിദ്യാർത്ഥികളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കാനായിട്ട് ഇടയെ തുറന്നു. ആ 4 വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് അവിടെ ഒരു ആരാധന ഞങ്ങൾ ആരംഭിച്ചു. ആ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ യോഗം നടത്തി തിരിച്ച് ഞങ്ങൾ നാദാപുരത്തേക്ക് പോകുമായിരുന്നു. ഏകദേശം ഒരു 90 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഞങ്ങൾ ഈ 2 ശുശ്രൂഷകളും ചെയ്തു വന്നിരുന്നത്. നാദാപുരത്തു നിന്ന് ഞങ്ങൾ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ, ഈ NITക്ക് അടുത്തുള്ള വിദ്യാർത്ഥികൾക്കിടയിലുള്ള വേല ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക അടിസ്ഥാനങ്ങളും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, ഈ 4 വിദ്യാർത്ഥികൾ വെച്ച് ഒരു ദൈവദാസൻ ശുശ്രൂഷ ഏറ്റെടുക്കാൻ തയ്യാറല്ല, അവർ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണവുമില്ല. പാസ്റ്റർക്ക് അത് കൈകാര്യം ചെയ്യാൻ വിശ്വാസമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ വേല എവിടെയാണെങ്കിലും നമുക്ക് ഏറ്റെടുക്കാം. കാരണം അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിന്റെ വേലയിൽ പരാധീനതകൾ നേരിടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ശുശ്രൂഷപരമായ കാര്യത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പോടെ ധൈര്യത്തോടെ പങ്കുവെക്കട്ടെ, നമ്മളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് ആ ശുശ്രൂഷകൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ക്രമീകരണങ്ങളും നൽകി തരുവാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി അവസരത്തിൽ ഞാൻ പങ്കു ചേർത്ത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 2012 മുതൽ ഈ 2026 വരെയുള്ള 14 വർഷങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഞാൻ അന്ന് മുതലുള്ള ദിവസങ്ങൾ ഇതുവരെ ഒരു സാമ്പത്തികമായ ഒരു കണക്കുകൂട്ടലുകളില്ലാതെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. എനിക്ക് അത് ചെയ്യാൻ ഇതുവരെ ദൈവം സാധിച്ചു, ദൈവം എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ചെറിയ യോഗമാകട്ടെ, വലിയ യോഗമാകട്ടെ, ഒരു ഉപവാസ പ്രാർത്ഥനയാകട്ടെ, വലിയൊരു കൺവെൻഷൻ ആകട്ടെ, ചെറിയ 1000 രൂപയിൽ നടക്കേണ്ട കാര്യമാണെങ്കിലും 1,00,000 നടക്കേണ്ട കാര്യമാണെങ്കിലും അതിനുവേണ്ടി യാതൊരു വിധമായ മാനുഷിക കണക്കുകൂട്ടലുകൾ നടത്താതെ ദൈവഹിതമാണെങ്കിൽ അത് നടന്നുകൊള്ളും എന്ന ഉറപ്പിന്റെ മേൽ ഇന്ന് വരെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ഇനിയും അങ്ങനെ തന്നെ ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ആരെങ്കിലും മാന്യമായ പ്രതിഫലം ലഭിക്കാതെ പോയി, കിട്ടേണ്ട ആദരവ് ലഭിക്കാതെ പോയി എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കുന്നു. കരുതുവാൻ മതിയായ ഒരു ദൈവം, അതെ, ന്യായമായത് തരാമെന്ന് നമ്മളെ വിളിച്ച് വിശ്വസ്തരെന്ന് എണ്ണിയ ദൈവം, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ നമുക്ക് പ്രാപ്തി നൽകിയ ദൈവം, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ നൽകിയ ദൈവം ഇന്നും എന്നും നമുക്ക് വേണ്ടി കരുതുവാൻ മതിയായവനാണെന്ന് ഞാൻ ഉറക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2015 മുതൽ മുക്കത്തിന് സമീപത്തുള്ള NITയോട് ചേർന്നുള്ള ക്യാമ്പസ് മിനിസ്ട്രിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുവാൻ കർത്താവ് കൃപ നൽകി. 4 വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിയുള്ള ആരാധന ഇങ്ങനെ അത് വർദ്ധിച്ചു വരുവാൻ കർത്താവ് കൃപ നൽകി. അത് 40-ൽ പരം ആളുകളായിട്ട് മാറി. കഴിഞ്ഞ 10 വർഷമായിട്ട് 2015 മുതൽ ഈ 2026 വരെയുള്ള നീണ്ട 10 വർഷത്തിലധികം നാളുകളായി ഞങ്ങൾ ഈ സ്ഥലത്ത് കർത്താവിന്റെ വേലയിൽ യുവതി യുവാക്കളെ ഫോക്കസ് ചെയ്തുകൊണ്ട് NIT, KMCT, നീലിറ്റ്, അതുപോലെ തന്നെ MVR തുടങ്ങിയ മെഡിക്കൽ, അപ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കി ഞങ്ങൾ യുവജനങ്ങൾക്കായിട്ട് കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ. കർത്താവിന്റെ വേലയിൽ
നമ്മൾ എവിടെ ദൈവം അയച്ചാലും അവിടേക്ക് പോകാനുള്ള ഒരു സന്മനസ്, ഒരു ശുശ്രൂഷ മനോഭാവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇത് വിശ്വാസത്തിന്റെ വേലയും സ്നേഹത്തിന്റെ പ്രയത്നവുമല്ലേ? ഈ സ്നേഹത്തിന്റെ വേല നിർവഹിക്കുന്നതിൽ നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത് സ്നേഹം മാത്രമാണ്. ഈ സ്നേഹത്തിന്റെ പ്രയത്നവും വിശ്വാസത്തിന്റെ വേലയും ചെയ്യുവാൻ നമുക്ക് ആവശ്യം ദൈവസ്നേഹവും വിശ്വാസവുമാണ്. ആഴമായ വിശ്വാസവും ആഴമായ ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ കർത്താവിന്റെ വേല എവിടെയും എത്ര കാലം വേണമെങ്കിലും ചെയ്യുവാനായിട്ട് സാധ്യമാണ്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നെങ്കിൽ ഇന്ന് ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2012 മുതൽ 2026 വർഷം വരെയുള്ള കഴിഞ്ഞ 14 വർഷങ്ങൾ കോഴിക്കോട് ജില്ലയിൽ സ്ഥലമാറ്റം സ്വീകരിക്കാതെ ഏതാണ്ട് 5 തവണ സ്ഥലമാറ്റങ്ങൾ നിരസിച്ച് ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വേലയിലുള്ള എൻ്റെ കാഴ്ചപ്പാടിന്റെ ഒരു ചിന്താഗതി കൂടെ ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. നമുക്ക് പലപ്പോഴും സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു കണക്കുകൂട്ടലുകളുണ്ട്. നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒക്കെ വളർന്നു വലുതായി കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ വിവാഹം അതെല്ലാം കഴിയുമ്പോൾ ഒരു 60 വയസ്സ് ആകുന്നതിന് മുൻപ് തന്നെ ഒരു സെറ്റിൽമെന്റ്, സ്വന്തമായ ഒരു വീട്, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം സംഭവിക്കേണ്ടത് ഒരു പക്ഷേ ആവശ്യമാണ്. എങ്കിലും ഒരു കാര്യം പറയട്ടെ, ശുശ്രൂഷയെ പ്രതി ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് സ്വയമേ നമ്മൾ ഒരിക്കലും ചുവടുകൾ എടുത്തു വെക്കരുതേ എന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ്. പലർക്കും പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കാം. എങ്കിലും കർത്താവിന്റെ വേലയെ പ്രതി നമ്മൾ ഒരിക്കലും ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയോ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ മറ്റിതര സാഹചര്യങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ വ്യതിചലിച്ചു പോകരുത്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം നിറവേറുന്നത് വരെ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ അസാധ്യതകൾ നിറഞ്ഞെടുത്ത് നല്ല വിദ്യാഭ്യാസം തരാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഒരുക്കാൻ ഈ ദൈവം മതിയായവനാണ്. മാത്രമല്ല, വീടില്ലെങ്കിലും സ്വന്തമായ വീട് എവിടെയും തരുവാൻ, ഇനി സ്വന്തം അല്ലെങ്കിൽ പോലും ഈ ലോക ജീവിതത്തിൽ യാതൊരു പോറലും ഏൽക്കാതെ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം തരുവാൻ ഈ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ നമ്മൾ എപ്പോഴും വിശ്വസ്തരായിരിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വളരെയധികം ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ 14 വർഷമായി ഞങ്ങൾ കോഴിക്കോട് പിന്തുടരുമ്പോൾ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ കുടുംബമായി തിരുവനന്തപുരത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീണ്ട 7 വർഷങ്ങൾ അവർ രാജസ്ഥാനിൽ ജയ്പൂരിൽ കർത്താവിന്റെ വേലയിലായിരുന്നു. അനന്തരമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സെറ്റിൽ ആയിരിക്കുന്നത്. എൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും കുഞ്ഞുങ്ങളും ഇരിഞ്ഞാലക്കുടയിൽ IPC എന്ന ദൈവസഭയുമായി ചേർന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുകയാണ്. കർത്താവിനെ കണ്ടുമുട്ടിയ കാലം മുതൽ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവല്ലാതെ വേറൊരു നന്മയില്ലെന്ന് ഞങ്ങൾ പാടി സ്തുതിച്ചതുപോലെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 27 വർഷത്തെ 98 മുതൽ 2026 വർഷം വരെയുള്ള ഏതാണ്ട് 27 വർഷങ്ങൾ 28 വർഷങ്ങൾ വരെയുള്ള കാലയളവിൽ ഞങ്ങൾ കർത്താവിനെ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ കാണാൻ കഴിയാതെ പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഒരുപക്ഷെ മൺമറഞ്ഞ് ഒരു ദുരന്തമായി മാറുമായിരുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും മനസ്സിനകത്ത് സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ആശങ്കകൾ നിറഞ്ഞവരായിട്ട് ഇനി എന്ത് തീരുമാനമെടുക്കണം, എങ്ങോട്ട് പോകണം എന്ന് നിങ്ങൾ ഭയവിഹുലരായിട്ട് നിങ്ങൾ പ്രയാസം നേരിടുന്നെങ്കിൽ സ്നേഹത്തോടെ കരുതുന്ന കർത്താവിനെ സാക്ഷിയാക്കി പറയട്ടെ, ഈ ദൈവം സകലത്തിനും മതിയായവനാണ്. അവിടുന്ന് ഇന്നും എന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനെ എണ്ണി മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ അവിടുന്ന് കരുതുവാൻ മതിയായവനാണെന്ന് ഉറപ്പു തരികയാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ഒരിക്കൽ കൂടെ സ്തുതിക്കുകയാണ്. എങ്കിലും ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുന്നിലുണ്ട്. വിശ്വാസത്തിൽ നമ്മളെ വ്യതിചലിപ്പിക്കുവാൻ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ വിശ്വാസം കർത്താവ് നമുക്ക് അതേ കണക്കുകൾ സഹിതം വരമേൽപ്പിച്ചതാണ്. ഇത് വിശ്വാസ ജീവിതമാണ്. വിശ്വാസ ജീവിതത്തിൽ കണക്കൂട്ടലുകൾ പാളിപ്പോകും. വിശ്വാസ ജീവിതത്തിൽ കണക്കൂട്ടലുകൾ തെറ്റിപ്പോകും. അതുകൊണ്ട് കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് കരുത്ത് നൽകുന്ന ഒന്നാണ് വിശ്വാസം എന്ന്, വിശ്വാസ ജീവിതമെന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വ്യതിചലിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ കടന്നു വരും. തിമോത്തിയോസിന്റെ തെസ്സലോനിക്ക 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ വാക്യങ്ങളിൽ, താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നമ്മളെ ആരും ഏതു വിധേനയും ചതിക്കരുത് എന്നൊരു വാക്യം കാണുന്നുണ്ട്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസം കൈവിട്ടു പോയവരായി, വിശ്വാസം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരായി, നമ്മൾ തപ്പി തടയുന്നവരായിട്ട് മാറാൻ സാത്താൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ എല്ലാ കേൾവിക്കാരും അത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തുവിനെ മാത്രം നോക്കുക. നമ്മുടെ വശത്ത് 1000 പേരും നമ്മുടെ വലതുവശത്ത് 10,000 പേരും വീഴും.
പക്ഷെ അതൊന്നും നമ്മൾ അടുത്തു വരികയില്ല. കാരണം നമ്മൾ ഒരുവനെയാണ് നോക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കുകയാണ്. ആ നോട്ടത്തിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിക്കാൻ പിന്നെയും പല ശക്തികൾ ശ്രമിക്കും. മുറുകെ പറ്റുന്ന ഭാവവും അത് സകല ഭാരവും. ഒരു ക്രിസ്ത്യാനിയാകുന്ന ഒരു ദൈവത്തിന്റെ ചുമലിൽ ഒരിക്കലും ജീവിത ഭാരം എടുത്തുകൊണ്ട് നടക്കരുത്. ഞാൻ പലപ്പോഴും ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പറയാറുണ്ട്, ഒരു ദൈവത്തിന്റെ ചുമലിൽ ജീവിത ഭാരമല്ല ക്രിസ്തുവിന്റെ, അതെ, നമ്മളെ ഏൽപ്പിച്ചിരുന്ന ആ കുരിശുണ്ടല്ലോ, ആ ക്രിസ്തീയ ദൗത്യം, അതാണ് നമ്മുടെ ചുമലിൽ ഇരിക്കേണ്ടത്. ദൈവത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത, ക്രിസ്തുവിനെ ശരിയായ വിധത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ ചുമലിൽ ജീവിത ഭാരം കാണും. കുടുംബത്തിന്റെ ഭാരം, മക്കളുടെ ഭാരം, തലമുറകളുടെ ഭാരം, വീട് സ്വന്തമായിട്ടില്ലല്ലോ എന്ന ഭാരം, ശമ്പളമില്ലല്ലോ, നല്ലൊരു ജോലിയില്ലല്ലോ എന്ന ഭാരമൊക്കെ ഉണ്ടാകാം. എന്നാൽ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഹൃദയവും ജീവിതവും അവന് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിയുടെ ചുമലിൽ ജീവിത ഭാരമല്ല, അതേ ക്രിസ്ത്യൻ, അതേ ഉത്തരവാദിത്തമായിരിക്കുന്ന ശുശ്രൂഷയാകുന്ന ആ കുരിശാണുള്ളത്. ആ ക്രോസ് വഹിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കാൻ വേണ്ടി മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ സാക്ഷ്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ക്രിസ്ത്യ വിശ്വാസത്തിൽ ആരും വ്യതിചലിക്കല്ലേ എന്ന് വിനയപൂർവം ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്ത്യ ശുശ്രൂഷകന്മാരായ എന്റെ സമപ്രായക്കാരായ, സമകാലികരായ, അപ്പോൾ തന്നെ പ്രായത്തിൽ മുതിർന്നവരോടും എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്, ഈ ക്രിസ്ത്യ ശുശ്രൂഷയെ ഇന്ന് അതിനെ സാമ്പത്തികവൽക്കരിച്ചുകൊണ്ട് ബിസിനസ് പരമാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് ക്രിസ്തീയ മാർഗത്തിനും ഈ നാമത്തിനും പോറലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഭംഗമേൽപ്പിക്കുന്ന ഒരുപാട് ചെയ്തികൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനോട് നമ്മൾ ഒരിക്കലും അടുക്കാതെ എന്റെ കർത്താവിന്റെ ഈ ശ്രേഷ്ഠമായ ഈ ദൗത്യം, കർത്താവിനെ വരമേൽപ്പിച്ചിരിക്കുന്ന ഈ മിഷൻ അവസാന ശ്വാസം വരെ ഈ സ്നേഹത്തിന്റെ പ്രയത്നത്തിൽ വിശ്വാസത്തിന്റെ വേലയായി നിർവഹിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായ ഒരുപാട് വെല്ലുവിളികൾ പല രീതിയിൽ വരും. പാരിതോഷികങ്ങളായിട്ട് അവ നമ്മളെ വശീകരിക്കാൻ സാധ്യതയുണ്ട്. ലഭിച്ചത് കുറഞ്ഞുപോയി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ അത് മോശമായ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രസംഗിച്ച എല്ലായിടത്തും നമുക്ക് പ്രതിഫലം കിട്ടിയില്ല എന്ന് കരുതി ഇനി അവിടേക്ക് പോകില്ലെന്നുള്ള തെറ്റായ തീരുമാനമെടുക്കാൻ നമ്മളെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ സാധ്യതയുണ്ട്. പണം കുറയുമ്പോൾ അവർ മോശക്കാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ വരാനുണ്ട്. ഇതെല്ലാം മറികടന്ന് കർത്താവിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ചെയ്യുമ്പോൾ കർത്താവിന് വേണ്ടി മാത്രമാണെന്നും ധരിച്ചു പോകല്ലേ. ഇതെല്ലാം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്ന മാനവകുലത്തിന് വേണ്ടിയാണ്. കർത്താവിന്റെ വചനം പറയുന്നുണ്ടല്ലോ, കാണുന്ന സഹോദരനോടെ അല്ലാതെ നമുക്കൊരിക്കലും കാണാത്ത ദൈവത്തെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവർ തീർച്ചയായും കർത്താവിനെ മാത്രമല്ല മനുഷ്യനെയും സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ 22-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അവിടെ ഒരു വലിയ ആത്മസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യരോട് കൂടെ എന്നാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗത്തിലൂടെയും പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെയും ആത്മീയ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെയും ഒരുപക്ഷെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നതിലൂടെയും എവിടെയും മനുഷ്യത്വം നമുക്ക് കൈവിട്ടു പോകുന്നുണ്ട്. നമ്മൾ മനുഷ്യരല്ലാതായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം സമൂഹം കണ്ട് മടുത്ത് നമ്മെ നോക്കി അവർ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് നല്ല സാക്ഷ്യമുള്ളവരായി ഹാനോക്കിനെ പോലെ ദൈവത്തോടു കൂടെ നടന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എടുക്കപ്പെടുന്നതിന് മുൻപ് അവൻ ദൈവദാസനായിരുന്നു, ദൈവ മനുഷ്യനായിരുന്നു, ദൈവ പൈതലായിരുന്നു എന്ന് പറയിപ്പിക്കാനായിട്ട് എന്ത് വില കൊടുക്കുവാനും പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്തീയ ശുശ്രൂഷയിൽ നമ്മൾ വലിയ മാതൃകകൾ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു തലമുറയ്ക്ക് ക്രിസ്തീയ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചോദനമായി തീരുവാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവെക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, എന്റെ സാക്ഷ്യം കേൾക്കുന്ന, എന്റെ വാക്കുകൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ഹല്ലേലൂയ. നമ്മളെ വിശ്വസ്ത ഗൃഹ വിചാരകന്മാരായിട്ട് അവിടെ നിയമിച്ചിരിക്കുകയാൽ വിശ്വസ്തതയുള്ളവരായിട്ട് മാറുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് വിജയം ജീവിതത്തിൽ അനിവാര്യമാണ്. പക്ഷെ എല്ലായിടത്തും വിജയം നമുക്ക് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. വിജയിച്ചു എന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ചിലയിടത്ത് നമ്മൾ പരാജയപ്പെടും. എങ്കിലും വിജയത്തെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് വിശ്വസ്തത എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്ക് വിശ്വസ്തരാകാൻ കഴിഞ്ഞാൽ
വിജയം നമ്മുടെ കരങ്ങളിൽ തരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എന്റെ വാക്കുകൾ കേൾക്കുന്ന എന്റെ എല്ലാ കേൾവിക്കാരോടും വളരെ സ്നേഹത്തോടെ പറയട്ടെ, ദൈവം നമുക്ക് നൽകിയ ഈ ക്രിസ്തീയ ജീവിതം വളരെ വിലയേറിയ ഒരു സമ്മാനമാണ്. ഇനി ഈ ഭൂമിയിൽ നമ്മൾ തിരിച്ച് ഇതുപോലൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്നറിഞ്ഞുകൂടാ. ലക്ഷോപലക്ഷം വിശുദ്ധന്മാരോടൊപ്പം നിത്യതയുടെ ആനന്ദത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുകയാണ്. അതിനിടയിൽ ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ഈ സുവർണ നിമിഷങ്ങൾ ഏറ്റവും മാതൃകാപരമായ ഒരു ജീവിതത്തിനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. മാതൃകയോടെ ജീവിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മൾ വരമേൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തീയ ദൗത്യങ്ങൾ ഏറ്റവും മാതൃകപരമായ പ്രതിഫല ഇച്ഛ കൂടാതെ അനേകർക്ക് പിൻപറ്റാൻ കഴിയുന്ന നല്ല പാതകളെ സമ്മാനിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിനെ കണ്ട് മുട്ടിയത് കൊണ്ട്, കർത്താവിനെ പിൻപറ്റിയത് കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കും ഒരു ക്ഷീണമോ ഒരു ഭാരമോ ഒരു പോറലോ ഏൽക്കാനായിട്ട് പാടില്ല. നമ്മൾ എല്ലാവർക്കും എല്ലായിടത്തും മാതൃകയുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ അതേ കൃപ നൽകി സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാക്ഷ്യവും അനുഭവങ്ങളും ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ആത്മീയ ചിന്താഗതികളും നിങ്ങൾ ഓരോരുത്തർക്കും ക്രിസ്തുവിനോടൊപ്പം മുന്നോട്ട് പോകാൻ ആവശ്യമായ കരുത്തും ബലവും നൽകി തരുമെന്നുള്ള ഉറപ്പോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എനിക്ക് ഈ മനോഹരമായ അവസരം എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേദി ഒരുക്കി തന്ന അരോമ TV പ്രവർത്തകരോടും അതിൻ്റെ അണിയറ പ്രവർത്തകരോടും എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത പങ്കുവെക്കുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം ദൈവസന്നിധിയിൽ. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനായ ക്രിസ്തുവിലൂടെ ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് സ്തോത്രം. ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങളെയും കണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ ജീവിതം ഒരു പുതിയ അധ്യായമായിട്ട് മാറ്റുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നി. ഞങ്ങളുടെ ജീവിതം അനേകർക്ക് മാതൃകയും ഒരു വലിയ സ്വാധീനവും മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഒരു വഴികാട്ടിയുമായി തീരുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അനുഭവങ്ങളും ശുശ്രൂഷയും പ്രസംഗവും അനേകർക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരോമ TVയിലൂടെ ഈ സാക്ഷ്യവും വചനവും കേട്ട എല്ലാ പ്രേക്ഷകരെയും നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നീ എല്ലാവരെയും സഹായിക്കണമേ. വീടുകളിൽ ഇരുന്നു കൊണ്ട്, സ്ഥാപനങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ സമയപരിധിയിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും മാതൃകയുള്ള ക്രിസ്തീയ ജീവിതം നൽകി, വിജയകരമായ ക്രിസ്തീയ ജീവിതം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അരോമ TVയുടെ എല്ലാ പ്രവർത്തകരെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഈ ദൗത്യം നിർവഹിച്ച് ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളാകാൻ അവിടുന്ന് പിന്നെയും അവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്കർപ്പിക്കുന്നു ക്രിസ്തുയേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലസ് യു ഓൾ. നന്ദി, നന്ദി. താങ്ക് യു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സന്തോഷ് നാരായണൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം, വളരെ അടുക്കോടും ചിട്ടയോടും കൂടി വളരെ ഭംഗിയായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം തന്ന അനുഭവങ്ങൾ പങ്കുവച്ചതിന് സ്വർഗത്തിലെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കർത്താവിന്റെ ദാസനെ ദൈവം ഇത്രത്തോളം ബലപ്പെടുത്തിയത് ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഹൈന്ദവ കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ടു എന്നതൊഴിച്ചാൽ അവിടുത്തേതായ യാതൊരു വിധമായ കാര്യങ്ങളോ പാരമ്പര്യങ്ങളോ ഒന്നും ജീവിതത്തെ സ്വാധീനിക്കാതെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും വചനവും സാക്ഷ്യവും ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ച, ദൈവം ഒരുക്കിയെടുത്ത ആ വിധങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന ഒരു വ്യക്തിക്കും അത് ഒരു ബോറാകാതെ വളരെ ഭംഗിയായി മനസ്സിലാക്കി സത്യമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അത് ശരിയാണ് എന്ന് വിശ്വസിക്കുമാറ് ജീവിതത്തിലെ അനുഭവത്തിന്റെ ഏടുകളിലൂടെ കടന്നു വന്ന ആ നല്ല അനുഭവ സമ്പത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
വാത്സല്യ പിതാവ് മാനസിക രോഗത്താല് ദീർഘവർഷങ്ങൾ ഭാരപ്പെട്ട് ചികിത്സയ്ക്ക് വിധേയനായി പലവിധ മേഖലകളിൽ പല സന്ദർഭങ്ങളില് അടയ്ക്കപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ നിരാശകളിലൂടെ കടന്നുപോയി. കുടുംബത്തിന്റെ സ്വസ്ഥതകൾ നഷ്ടപ്പെട്ട ദിനരാത്രങ്ങൾ, ആരെ കൊണ്ടും പ്രിയപ്പെട്ടവരെ കൊണ്ടും മതത്തിനോ സംഹിതകൾക്കോ ഡോക്ടർമാർക്കോ പ്രിയപ്പെട്ടവർക്കോ ആർക്കും സൗഖ്യമാക്കുവാൻ സഹായിപ്പാൻ കഴിയാതെ എല്ലാവരും കൈമലർത്തിയപ്പോൾ ഒരു ദൈവത്തിന്റെ ഭൃത്യൻ അവിടെ കടന്നു വന്ന് ഒരു ലഘുലേഖ മൂത്ത സഹോദരന് കൈമാറുന്നു. അദ്ദേഹം അത് ഭവനത്തിൽ കൊണ്ടുവരുന്നു. പിന്നീട് അദ്ദേഹത്തോടൊരുമിച്ച് ആത്മീയ കൂട്ടായ്മകൾ സംബന്ധിക്കുന്നു. കുടുംബത്തെ സമൂലമായി ഒരു മാറ്റം വരുവാൻ ആ ഒരു ലഘുലേഖയ്ക്ക് സാധിച്ചു. ആ ഒരു ലഘുലേഖ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചു. അതിനകത്ത് അതിന്റെ ഉള്ളടക്കമായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിൽ വരുവാനും ആ യേശു മുഖാന്തരം ആ ഭവനം വിടുവിക്കപ്പെടുവാൻ. സക്കായിയുടെ ഭവനത്തിൽ യേശു കർത്താവ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ വന്ന നിമിഷം മുതൽ ആ ഭവനത്തിന് വിടുതൽ ആരംഭിച്ചു. ഒരു ദിവസം വാത്സല്യ പിതാവ് പരിപൂർണ സൗഖ്യമുള്ളവനായി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കുടുംബമായി രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരുവാൻ ദൈവം അവസരമൊരുക്കി എന്ന് കേൾക്കാൻ കഴിഞ്ഞു. സമൂഹത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഒരുപാട് സമ്മർദ്ദങ്ങളും നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ഒക്കെ സ്വീകരിക്കേണ്ടി വന്നെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി കർത്താവായ യേശു ക്രിസ്തുവിനുള്ളതായ നിത്യസ്നേഹം ജീവിതത്തിലെ കൈവരിപ്പാൻ ഇടയായി തീർന്നപ്പോൾ ഉണ്ടായ ആ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്താണ് എന്ന് പ്രിയ കർത്താവിന്റെ ദാസന്റെ വാക്കുകളിലൂടെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. ഇന്ന് 3 മക്കളും കർത്തൃ ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ വാക്ക് ശുശ്രൂഷയും പ്രചോദനമായി തീരുവാൻ സഹായകരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവം തന്ന ആലോചനകൾ അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവച്ചതിന് പ്രത്യേക നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ TV ശ്രോതാക്കൾക്കും ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്തിട്ടുണ്ട്. യേശു ഇന്ന് ജീവിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഭവനത്തിലും അവരുടെ വിഷയത്തിലും ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതിന് ഒരു ദൃക്സാക്ഷിയാണ്, അനുഭവസ്ഥനാണ് പ്രിയ സന്തോഷ് പാസ്റ്ററിലൂടെ നാം കേട്ടതായ സാക്ഷ്യവും അദ്ദേഹത്തിന്റെ ജീവിതവും. ആകയാൽ വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, സമാന ജീവിതാനുഭവങ്ങളിലൂടെ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും ഈ സാക്ഷ്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അവര് യേശുവിൽ കൂടിയുള്ളതായി വിടുതൽ അനുഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ആരംഭിക്കട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.